നീനെ കളിയാക്കിട്ടുണ്ടാ? പിന്നെ ദത്തമ്മ ചുണ്ടിയാണ് താറാവ്. ഇപ്പോഴും എനിക്ക് ശരിക്കും അറിയില്ല പോഡ്കാസ്റ്റ് ചാനൽ എന്താണ്. എടി പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ പോഡ്കാസ്റ്റ് കണ്ടിട്ടില്ലേ? മണിയുടെ അതൊരു ഇന്റർവ്യൂ കൈൻഡ് ഷോ. ഇന്റർവ്യൂ കൈൻഡ് ഷോ ഞങ്ങളെ വിളിച്ചതിന് ഉദ്ദേശം. എടി ഞാനൊന്നും പറയട്ടെ. ഇതിന്റെ പേരെന്താ? ബിഹൈൻഡ് ദ സീൻ. ബിഹൈൻഡ് ദ ഫീഡ് എന്തുവാ? ഫീഡ് എന്തുവാ? എടി ഫീഡ് എന്തോ നിന്റെ ആ ഹോം സ്ക്രീൻ ഇല്ലേ? ആ ഫീഡ് പല സംഭവങ്ങളും വരില്ലേ? സൂക്ഷിച്ചു വെക്കുന്നൊരു എടി ഇൻസ്റ്റാഗ്രാം അമറോട് ഇവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല, നമ്മള് മാത്രമേ ഉള്ളൂ. നമ്മള് 3 പേരും ഒന്ന് റൂമിനടി അടച്ചിരുന്ന് റൂമിൽ വെച്ചിരുന്ന് സംസാരിക്കുന്ന പോലെ ഉള്ളു. പക്ഷെ ഇന്ന് നമ്മൾ എന്താന്നറിയില്ല, യാദൃച്ഛികമായി 3 പേരും ഒരേ ടൈപ്പ് ഡ്രസ് അല്ലേ? കള്ളം പറയരുത്. ഫസ്റ്റ് ഞാനാ പറഞ്ഞത് ഈ ഒരു മോഡൽ. ഞാൻ പറയാൻ വന്നറിയോ, ചെറുപ്പം മുതൽ എന്ത് പറഞ്ഞാലും എന്റെ പേര് വിളിച്ചു പറയും. അതെ, എന്ത് വന്നിട്ട് കുറച്ച് വിദ്യാഭ്യാസമുള്ള മണ്ടിയാണെങ്കിൽ സത്യം മാത്രമേ. അന്ന് മുതലേ അവരെന്താന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിങ്ങനെ എന്ത് വന്നാലും ചെറുപ്പം മുതൽ എന്ത് സിറ്റുവേഷൻ വന്നാലും ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ധൈര്യം വേണം. ആ ധൈര്യം വന്നത് കൊണ്ടാണ് സംസാരിക്കാനാണ്. അപ്പൊ നിങ്ങളാണ് അതിന്റെ കാരണം. താങ്ക്സ്. നമ്മളിങ്ങനെ പോയല്ലോ. ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ ഒന്നും പറയാനില്ലെന്നാ. അപ്പൊ റെഡി എന്തോ നിനക്കൊന്നും പറയാനില്ലേ? എടി ഞാൻ പോഡ്കാസ്റ്റ് തുടങ്ങിയിരിക്കാണ്. ഒരു പരിപാടിക്ക് വിളിച്ചിട്ട് ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കാൻ പറഞ്ഞിട്ട് ഇത്രയും നേരം ക്യാമറ ഓൺ ആക്കുന്നവര് ഇവിടെ എല്ലാവരും പറഞ്ഞു ചേച്ചിമാരെ കുറച്ചേരം ഒന്നും മിണ്ടാതിരിക്കുന്നു പറഞ്ഞു. ആ സമയത്തൊന്നും മിണ്ടാതിരിക്കാൻ പറ്റും, ഇങ്ങനെ കൊള്ളാന്ന് പറഞ്ഞോണ്ടിരിക്കണെന്ന് വല്ലതും പറയാനില്ലേ? എന്തു പറഞ്ഞാലും വെള്ളിയായിരിക്കും. പല വർഷേ എവിടെ നിന്റെ നോക്കോടെ വരട്ടെ. ഇത്ര നേരം ഞാൻ മിണ്ടായിരുന്നു. ഇത്രയും നേരം എന്നെ ട്രോളിക്കൊണ്ടിരിക്കുക. നീ സംസാരിക്കടി, ഇത് സംസാരിക്കുമ്പോ കാണിച്ചു തരാന്ന് പറ. എന്തൊക്കെയായിരുന്നു പറയടി, നീ പറ. എന്തെങ്കിലും പറയല്ലേ എനിക്ക്? എടി ഞാൻ പോഡ്കാസ്റ്റ് തുടങ്ങിയേക്കാണ്. എന്താ നിനക്ക് തോന്നുന്നേ? എന്താ കാർത്തി? അല്ല, പോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങണെന്ന് പറഞ്ഞപ്പേ ശരിക്കും എന്താ സംഭവം എനിക്കറിയില്ലായിരുന്നു. എന്താ ഇപ്പോഴും എനിക്ക് ശരിക്കും അറിയില്ല പോഡ്കാസ്റ്റ് ചാനൽ എന്താണ്. എടി പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ ഈ ഒരു സംഭവം എന്തിനാ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ പോഡ്കാസ്റ്റ് കണ്ടിട്ടില്ലേ? റേഡിയോ നമ്മള് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്നിട്ട് സംസാരിക്കുക, അവരുടെ ഡിസ്കഷൻസ് ഇൻസൈറ്റ്സ് ഒക്കെ സംസാരിക്കുക. അപ്പൊ അതൊക്കെയാണ് മെയിൻലി ഒരു പോഡ്കാസ്റ്റ് എന്ന് വെച്ചാൽ ഇന്റർവ്യൂ മോഡൽ. അതൊരു ഇന്റർവ്യൂ കൈൻഡ് ഷോ. ഇന്റർവ്യൂ കൈൻഡ് ഓഫ് ഷോ. സെയിം സാധനമാണോ? എടി കൈൻഡ് ഓഫ് അങ്ങനെ വേണമെങ്കിൽ പറയാം. ഞങ്ങളെ വിളിച്ചതിന് ഉദ്ദേശം. എടി ഞാനൊന്നും പറയട്ടെ. എടി നമ്മുടെ പോഡ്കാസ്റ്റ് എന്താ ഞാൻ ഉദ്ദേശിക്കണേന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇതിന്റെ പേരെന്താ? ബിഹൈൻഡ് ദ സീൻ. ബിഹൈൻഡ് ദ ഫീഡ് എന്തുവാ? ഫീഡ് എന്തുവാ? എടി ഫീഡ് എടി സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള ഫീഡുകൾ കണ്ടിട്ടില്ലേ? അല്ലേ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടില്ലേ? എടി ഫീഡ് എന്തോ നിന്റെ ആ ഹോം സ്ക്രീൻ ഇല്ലേ? ആ ഫീഡ് പല സംഭവങ്ങളും വരില്ലേ? സൂക്ഷിച്ചു വെക്കുന്നൊരു എടി ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ വരുമല്ലോ കുറെ സംഭവങ്ങളും ഫോട്ടോസും വീഡിയോസും ഒക്കെ. അത് മാത്രല്ല, നിങ്ങളിപ്പോ നിങ്ങളുടെ ഫീഡിൽ കുറെ സംഭവങ്ങൾ പോസ്റ്റ് ചെയ്യുമല്ലോ. നീ ഇപ്പൊ റീല് പോസ്റ്റ് ചെയ്യില്ലേ? അതാണ് നിന്റെ ഫീഡ്. നീ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് സൂക്ഷിച്ചു വെക്കണം. അവളുടെ മെമ്മറീസ് എല്ലാം അവള് ഫോട്ടോ ആയിട്ട് സ്റ്റോറീസ് ആയിട്ട് വീഡിയോസ് ആയിട്ടൊക്കെ പോസ്റ്റ് ചെയ്യും. പക്ഷെ പറഞ്ഞാലും കാര്യമുണ്ട്, അങ്ങനെ ചെയ്യുന്ന ഫീഡ്. എനിക്കത് ഇപ്പഴാടി കത്തിയത്. നിനക്ക് ബുദ്ധിയുണ്ട്, ഇല്ലെന്ന് പറയണ. അപ്പൊ ഈ ഫീഡ് അല്ലേടി, ഇതിന്റെ പുറകിലൊരു ബാക്ക് സ്റ്റോറീസ്
സീൻസ് എല്ലാവർക്കും ഉണ്ടാവും. ഓരോ ഫോട്ടോയുടെ പുറകിലും അല്ലെങ്കിൽ ഓരോ സ്റ്റോറിയുടെ പുറകിലും ഒരു റീലിന്റെ പുറകിലും ഒരു സ്റ്റോറി ഉണ്ടാവില്ലേ? എന്താ ഇപ്പൊ നമ്മള് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയുന്നു, അതിനൊരു റീസൺ ഉണ്ടാവില്ലേ? എന്താ റീസൺ? ഡാൻസ് ആണ് അല്ലെ? അപ്പൊ ഡാൻസ് നമ്മുടെ ജേർണിയിൽ നമ്മൾ കുറെ എന്താ പറയാ കുറെ ബിഹൈൻഡ് ദ സീൻസ് ഉണ്ട്. വെച്ചാൽ നമ്മൾ കുറെ സ്ട്രഗിൾസ് നമ്മുടെ ഈ ഒരു അതെ അത് ശരിയാണ്. നമ്മുടെ ചാനലില് നമ്മുടെ എന്തെങ്കിലും പറയാൻ സമ്മതിക്കണ്ട. നമ്മുടെ ടിക്ടോക്ക് വീഡിയോന്റെ ഒക്കെ സമയത്ത് നമ്മൾ എന്ത് തുടങ്ങിയ അല്ലെ ഭയങ്കര കഷ്ടപ്പെട്ടൊക്കെയാണ് തുടങ്ങിയത്. അപ്പൊ നമ്മുടെ ആ ഒരു ജേർണിയിൽ നമ്മൾ പല പറയാത്ത കുറെ കാര്യങ്ങൾ, അൺസീൻ, അൺസെഡ്, നമ്മുടെ ഭയങ്കര റോ ആയിട്ടുള്ള കുറെ കാര്യം, പക്ഷെ അതൊന്നും ആർക്കും അറിയത്തില്ല അല്ലേ? അപ്പൊ നമ്മളിപ്പോ എത്തി നിൽക്കുന്ന മാത്രം ഒരു സക്സസ്ഫുൾ അല്ലെങ്കിൽ സക്സസ്ഫുൾ എന്ന് പറയാൻ ഒരു ഹാപ്പി മൊമെന്റ്സ് മാത്രമേ എല്ലാവർക്കും അറിയത്തുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ബാക്ക് സ്റ്റോറി അറിയാൻ എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെയാണ് ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ എന്നല്ല, ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റുകളിലും ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. അവർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റോ വൾണറബിൾ റോ മീൻസ് ഒരു അവർ പറയാത്തേയും ചിന്തിക്കാത്തേയും അവർ ബാക്കിൽ നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ ഡിസ്കഷൻ ചെയ്യുന്ന ഒരു കാര്യം, ഒരു സ്ഥലം. എന്നെ കൂടെ തെറ്റിച്ച് ഞാൻ എന്താ പറയാൻ വന്നേന്ന് എനിക്ക് തന്നെ ഇപ്പൊ കിട്ടണില്ല. ഒന്നുമല്ല, അതെ ചുരുക്കി പറയാൻ വേറെ ഒന്നുമല്ല. നമ്മള് ആ ഒരു ജേർണിയില് പഴയ കാര്യങ്ങൾ, റോ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇവിടെ ഫിൽറ്റേർഡ്, ഇവിടെ അൺഫിൽറ്റേർഡ് മൊമെന്റ്സ് ആണ് ഇത് മൊത്തം. മേക്കപ്പ് തുടക്കുന്നു എന്ത്? നീ മേക്കപ്പ് ഇട്ടിട്ടില്ലെന്നാ? ഈ ലിപ്സ്റ്റിക് ഐഷാഡോ ഐലൈനർ പിന്നെ ഫൗണ്ടേഷൻ ചോദിച്ചിട്ട് നീ തന്നില്ല കൊടുക്കാത്തോണ്ടാണ്. അല്ല ലിപ്സ്റ്റിക് ഒക്കെ മേക്കപ്പിന്റെ സംഭവത്തിൽ വരുന്ന കാര്യങ്ങളാണ്. ഫിൽറ്റർ നമ്മുടെ സ്കിന്നിന്റെ എടി ഞാൻ ആ ഫിൽറ്റർ അല്ല ഉദ്ദേശിച്ചത്. അല്ല എന്റെ ഭാഗത്തും വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് മൊമെന്റ്സുകൾ ഷെയർ ചെയ്യാം എന്നുള്ളതാണ് എന്റെ ഈ ഒരു പോഡ്കാസ്റ്റിന്റെ ഉദ്ദേശം. ഓക്കെ, എന്ത് തുടങ്ങാനാ പറഞ്ഞതാണ്. ആക്ടേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇങ്ങനെ യെസ്, അതിന്റെ ഒരു ആഗ്രഹമാണ്. നമുക്ക് ഭാവിയിൽ അവരെ കൊണ്ടുവരാം. എന്തായാലും ഞാൻ തുടങ്ങിയ റീസൺ പറഞ്ഞല്ലോ. എന്ത് റീസൺ? അല്ല, പോഡ്കാസ്റ്റ് തുടങ്ങാൻ വേണ്ടി ഒരു റീസൺ ഉണ്ട്. ശ്രദ്ധിച്ചിട്ടില്ല. നീ എന്തിനാ ടെൻഷൻ ഉണ്ടാടി? എന്തിനാ ടെൻഷൻ? ക്യാമറ ഇവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല, നമ്മള് മാത്രമേ ഉള്ളൂ. നമ്മള് 3 പേര് ഒന്ന് റൂമിനടി അടച്ചിരുന്നു റൂമിൽ വെച്ചിരുന്ന് സംസാരിക്കുന്ന പോലെ ഉള്ളു അല്ലേ? എടി മെയിൻ ആയിട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 1 month ബാക്ക്, 2 months ആയിട്ടുണ്ടാവും. അതിനകത്ത് ഞാൻ എന്റെ പാസ്റ്റ് കണ്ടായിരുന്നു. ആ വീഡിയോ പാസ്റ്റ് എന്റെ വീഡിയോസ് വീഡിയോസ് ഇറക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. കാണാ എടി, ഞാൻ മാസത്തിലാകെ 4 വീഡിയോ ഒക്കെ ഇറക്കാറുള്ളൂ. ഞാൻ ഭയങ്കര ഷോർട്സ് അല്ല, ഒരു വലിയ വീഡിയോ. എടി ഞാൻ ഇട്ടത് യൂട്യൂബിലാണ്. യൂട്യൂബിൽ ബ്ലോക്ക് ആണ്. അപ്പൊ ഞാൻ പറയട്ടെ, കണ്ടിട്ടില്ലല്ലോ എന്നാലും പറയാണ്. അപ്പൊ ഞാൻ എന്റെ പാസ്റ്റ് വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയില് എന്തെന്ന് എടി ഞാൻ കണ്ടിട്ടുണ്ടാവും. എന്റെ ജേർണി പറഞ്ഞിട്ട് ഒരു നീല സാരിയൊക്കെ കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ കണ്ടിട്ടില്ല. ഇല്ല, അവളുടെ കാണാറുണ്ട്. എടി എന്നാ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പോയി കണ്ടാ മതി. ഓക്കെ, ഞാൻ ഇവിടെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ പോയി കാണും. ഓക്കെ, അപ്പൊ അപ്പൊ ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് അതിൽ കുറെ കമന്റ്സ്, അതിന് മെയിൻ ആയിട്ട് എന്റെ പാസ്റ്റ് ഒക്കെ അടി പറഞ്ഞത്. അതിനകത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് കുറെ അത് തന്നെ. അപ്പൊ അതിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അപ്പൊ എനിക്ക് കുറെ ഇതുണ്ടായിരുന്നു, ബുള്ളിങ് ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. നമ്മുടെ എന്താ ബോഡി ഷേവിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, ലിപ്സിന്. പക്ഷെ ഇവിടെ അല്ല നീനെ കളിയാക്കിട്ടുണ്ടാ? ചുണ്ടിയാണ് താറാവ്. ഇത് കണ്ടോ ഗൈസ്? സ്വന്തം കൂട്ടുകാർ പോലും അത്രയും കോമഡി ആക്കിയിട്ട് എന്നെ ട്രോളിയിട്ടുണ്ട്. പക്ഷെ ആ സമയം നമുക്കത് നല്ലതാണോ ചീത്തയാണോന്ന് അറിയാൻ നമുക്കത് അറിഞ്ഞില്ല. പക്ഷെ സത്യം പറഞ്ഞത് ഒരു ബോഡി ഷേമിംഗ് അല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ അന്നൊന്നും ഞാനൊരു കാര്യം പറയാം. ഇപ്പോഴും കൊള്ളത്തിൽ കളിക്കണത്. ഇപ്പൊ ഞാൻ പോടി അവിടെ നിന്ന് കാണിക്കണത്
ഈശ്വര, നമ്മളൊരു പ്രായം എത്തിക്കഴിഞ്ഞപ്പോ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ബോഡി ഷെയിം എന്നുള്ള തെറ്റ്. കാരണം നമ്മുടെയൊക്കെ ചെറുപ്പത്തില് അത് പറയട്ടെ. എടി നമ്മുടെയൊക്കെ ഇവിടെ ആരുടെ വിളിച്ചോണ്ട് വന്നത്? പറഞ്ഞല്ലോ എപ്പോഴും. എടി നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് ഉണ്ടായിരുന്ന ഒരു തോട്ടുണ്ട്, ഇതങ്ങനെയൊക്കെ വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല അല്ലെ, ബോഡി ഷേമിംഗ് ഒക്കെ പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം നമ്മള് അത് ഭയങ്കര ഈസി ആയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങളായിരുന്നു അല്ലെ. പക്ഷെ ഇപ്പൊ നമുക്കത് മനസ്സിലായി, ഇപ്പൊ കുഴപ്പമില്ലേ. നമ്മളൊക്കെ ഈ ചെവി കൂടി കേട്ട് ചിലവർക്ക് അത് ഭയങ്കര ഫീൽ. ബോഡി ഷേം ചെയ്താൽ നിനക്ക് ഓക്കെ ആണോ? അല്ല, നിങ്ങളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ. അതെ, അങ്ങനെ എടുത്താൽ അങ്ങനല്ല, വേറെ നമ്മളെ ആൾക്കാരൊക്കെ പുറത്ത് വേറെ വെള്ളിയെ വിളിക്കാനല്ല പറഞ്ഞു. പക്ഷെ നമ്മള് ഫ്രണ്ട്സിന്റെ ഇടയിലായാലും അതൊട്ടും ഗ്ലോറിഫൈ ചെയ്യാൻ പാടില്ല. എന്താ പറയടി, പറയാൻ പാടില്ല, അങ്ങനെ ചെയ്യരുത്. ബോഡി ഷേമിങ് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കാണിച്ചു തരാൻ പറ്റൂല. കാണിച്ചു തരാൻ പറ്റില്ലേ? ആരാ അയച്ചത്? ഞാനാ? ആണോ? ബോഡി ഷേമിങ്ങിന്റെ ഇവിടെ അങ്ങനത്തെ ഭയങ്കര സോഷ്യൽ മീഡിയ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തല്ല, അതീ പിന്നെ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെയല്ല, നമ്മള് കൊറേ സംഭവങ്ങൾ കാണുമ്പോ നമ്മള് വിചാരിച്ച് വെച്ചിരിക്കുന്ന തോട്ട്സ് ഒക്കെ തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ മാറ്റി ചിന്തിക്കണം. നമ്മളെല്ലാരും പെർഫെക്റ്റ് അല്ല. അപ്പൊ നമ്മുടെ ചിന്തകള് മാറ്റിയെടുക്കാനുള്ള കുറെ കാര്യങ്ങൾ കാണുമ്പോൾ, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറി ചിന്തിക്കും. അങ്ങനെ എനിക്ക് കണ്ട് മാറ്റം വന്നതാണ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി അങ്ങനെ ഷെയിം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. എനിക്ക് ഇപ്പൊ ഞാനറിയും ആരെയും അങ്ങനെ വിളിക്കില്ല. അപ്പൊ നമ്മളങ്ങനെ വിളിക്കാനും പാടില്ല എന്നുള്ളതല്ലേ അല്ലേ? എന്താ തോന്നണേ? നിങ്ങളെയൊക്കെ വിളിക്കും. അല്ല, ഫ്രണ്ട്സിന്റെ ഇടയിലായാലും നമ്മളതെല്ലാം, കാരണം ഇവിടന്നേ തുടങ്ങിയാലാണ് ബാക്കിയുള്ളവര് നമ്മളത് ഒഴിവാക്കണം. നമ്മുടെ ചെറുപ്പത്തിന്റെ കാര്യമല്ല പറയുന്നത്. നമ്മുടെ ചെറുപ്പത്തില് നമ്മളതൊക്കെ അത് കേട്ടൊന്നും നമുക്കതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ എന്തോരം പ്രശ്നങ്ങളാണ് സ്കൂളില്. ബുള്ളിങ്ങും പ്രശ്നങ്ങളൊക്കെ കാരണം പല കുട്ടികളുടെ എന്തൊക്കെ പ്രോബ്ലംസ് ഒക്കെ കാണുന്നത്. അപ്പൊ അതൊക്കെ പറയുമ്പോ എല്ലാരും വിളിക്കില്ല. അപ്പൊ നമ്മള് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ചെയ്യാൻ പാടില്ല. ഞാൻ എന്താ പറയാൻ വന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ എടി ഞാനിപ്പോ എന്താ പറയാ, അങ്ങനെ ഒരു വീഡിയോ ചെയ്തു പണ്ട് ബോഡി ഷേമിംഗ് ഒക്കെ അനുഭവിച്ച ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തായിരുന്നു. അപ്പൊ കുറേ കുട്ടികൾക്ക് സിമിലർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് പേര് എല്ലാവർക്കും ഇപ്പോഴും എന്ന് വെച്ചാൽ അത് കോമൺ തന്നെയാണ്. ഇപ്പോഴും നമ്മൾ ഇത്രയും കാലം മുന്നേ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഇപ്പോഴും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒരുപാട് പേരത് ഷെയർ ചെയ്യും. മാത്രമല്ല, ആ വീഡിയോ തന്നെ ഞാൻ എൻ്റെ സ്ട്രഗിൾ പീരീഡ്, ബോഡി ഷേമിന്റെ കാര്യം വേറെ, അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത്, ഇപ്പോൾ എല്ലാവരും അറിയുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ ചാനൽ എങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതിൻ്റെ കുറച്ച് സ്ട്രഗിൾസും പറഞ്ഞപ്പോൾ കുറച്ച് പേർക്ക് ഇൻസ്പിറേഷൻ ആയായിരുന്നു. അപ്പോൾ അവർക്ക് കൂടുതൽ ഇൻസ്പിറേഷൻ കൊടുക്കുക എന്നെ കൊണ്ടെന്ന് വെച്ചാൽ ഇതുപോലത്തെ പല ആൾക്കാരെയും ഇങ്ങനെ ഇരുത്തിയിട്ട് അവരുടെ ഒരു ജേണി പറഞ്ഞു കൊടുക്കാന്നുള്ളത്. അപ്പം എനിക്കത് തോന്നി ഏറ്റവും കൂടുതൽ ഞാൻ ഫസ്റ്റ് കൊണ്ടുവരേണ്ടത് നിങ്ങൾ തന്നെയാണെന്ന്. കാരണം നിങ്ങൾക്കും അങ്ങനത്തെ ജേണി ഉണ്ടാവും അല്ലേ? വളരെ നന്നായിട്ടുണ്ട്. ഇല്ല, ഇപ്പൊ കാർത്തി ആണെന്നുണ്ടെങ്കിൽ തന്നെ, കാർത്തിനെ ഞാൻ ചെറുപ്പത്തിലില്ലേ ഭയങ്കര ഒരു പേടിത്തൊണ്ടിയായിരുന്നു. കാർത്തി അല്ലേ, അവൾക്ക് എന്ത് പറഞ്ഞാലും ടെൻഷനാ. ഭയങ്കര പാവല്ലേ? പക്ഷെ അവക്ക് അവിടെ ഒന്നും അങ്ങനെ റിയാക്ട് ചെയ്യാത്തൊരു കൂട്ടത്തിലായിരുന്നു. മാറിയേക്കുന്ന മാറ്റമല്ലേ എന്ന് വെച്ചാൽ സ്വഭാവമല്ല. ഇവള് ഇല്ലേ ഒരു കാര്യം, ഇവള് എന്തെങ്കിലും ഒരു പരീക്ഷ വന്നു കഴിഞ്ഞാൽ തന്നെ എന്നെ വിളിച്ച് ഓടി വരും. പക്ഷെ ആ പരീക്ഷക്ക് ഫേസ് ചെയ്യാനും പേടിയുള്ള ആള് ഇപ്പൊ സ്വന്തമായിട്ട് ബുട്ടീക്ക് തുടങ്ങി അല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? അതൊക്കെ ഒന്ന് പറഞ്ഞൊന്ന്. പാർട്ട്ണറുണ്ട് വിപിന. നമ്മുടെ കാറ്റയുടെ ബുട്ടീക്കിന്റെ പേര് നീട്ലു. എവിടെയാ ഇത്? അത് ഇതൊക്കെ നീട്ലും. അതാ, ഇതിനേക്കാൾ വലിയ പ്രൊമോഷൻ കിട്ടാനില്ല അല്ലേ? നീട്ലൂമിന്റെ ഡ്രസ്സാണ് ഇരിക്കണത്, അടിപൊളിയായിട്ടുണ്ട്. ഒരു കാര്യം, കൂട്ടുകാരിക്ക് ഒരു ഡ്രസ് നമുക്കല്ല കിട്ടിയാടി എന്തെങ്കിലും ഒരു ഡ്രസ്സ് എന്തോ പറയാൻ എന്തോ കിട്ടിയിട്ടുണ്ട്, നീ കൊടുത്തിട്ടില്ല അവർക്ക്? നീ ഞങ്ങൾക്ക് നീട്ലൂമിനൊന്നും കൊടുത്തില്ല? ഇല്ലടി, ഇല്ല. കോയമ്പത്തൂർ എവിടെ പഠിക്കാൻ പോയി? ഞങ്ങൾ ആ ഷോട്ട് ഒന്നുകൂടി കാണിച്ചെടുക്കും സൈഡില്, അത് കൊടുത്തിട്ട് ഞങ്ങൾ പറയാം. അല്ല, ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ച എല്ലാ മാസവും ടോപ്പ് മേടിച്ചു കൊടുക്കാന്ന്. കാരണം എടി എല്ലാ മാസം വേണ്ട, ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യമൊക്കെ ഞാൻ മേടിച്ചു എന്തടി ടോപ്പ് ഏതാ? ആ ടോപ്പ് ഞാൻ മേടിച്ചായിരുന്നു. പക്ഷെ തള്ളാന്ന് അറിയാതാ, ഒരു ടോപ്പിൽ ഒതുങ്ങുന്നതാണ് നമ്മുടെ സ്നേഹം. ആണല്ലേ? ഞങ്ങളെല്ലാം പറഞ്ഞ ഇവളെന്നെ പറഞ്ഞ ഫസ്റ്റ് സാലറി കിട്ടിട്ട് മാസത്തിൽ ഒരിക്കല് അന്ന് അങ്ങനെ പറഞ്ഞ ഒരെണ്ണം പോലും കിട്ടില്ല. എന്നിട്ട് അതിനെതിരെ ഞങ്ങള് വീഡിയോ ചെയ്ത്
അത് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യണായിരുന്നു. അവർക്ക് നീഡ്ലൂമിന്ന് ഡ്രസ് വേണം. ഓ അപ്പൊ നീ ആ ടോപ്പ് തരാത്തോണ്ടാണോ നീളൂ പിന്നെ പറഞ്ഞു കൊടുക്കുന്നത്. സത്യം ഞാൻ പറഞ്ഞില്ല. ടോപ്പ് ഒരു 200 ടോപ്പ് മേടിച്ചു കൊടുത്താൽ ഇതുപോലത്തെ ഡ്രസ് കിട്ടുമല്ലോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. നമ്മളൊന്ന് സെറ്റ് ആയിട്ട് നിനക്ക് എന്തായാലും ഒരു വലിയൊരു സാധനം ചെയ്തിട്ട് കൊളാബ് ചെയ്ത്. യെസ് ഓഫ് കോഴ്സ്, ഞാൻ അതിന് വെയിറ്റ് ചെയ്യാം. അതെ അത് പറഞ്ഞപ്പോഴാണ് എന്താ പരിപാടി ഇപ്പൊ എന്താ കൊച്ചിനെ നോക്കി. പക്ഷേ ഉണ്ടല്ലോ വർഷയും അതുപോലെ തന്നെ കൊറേ ജേർണി കൊറേ ഇങ്ങനെ സ്ട്രഗിൾസ് ഒക്കെ അനുഭവിച്ചു. വെച്ചാൽ വേറെ ഒന്നും ഉണ്ടല്ല, അവള് ലൈക്ക് അവക്കൊരു സ്വന്തമായിട്ട് ഡാൻസ് ക്ലാസ് അല്ലേ സ്റ്റാർട്ട് ചെയ്ത് തന്നിട്ട് അപ്പൊ തന്നെ കൊച്ചായി. പക്ഷെ എന്നാലും നീ സ്റ്റാർട്ട് ചെയ്ത് അല്ലെ പിള്ളേരൊക്കെ പഠിപ്പിച്ചു തുടങ്ങി, നന്നായിട്ട് വീട്ടിലൊക്കെ തുടങ്ങിയതാണ്. കാരണം നമ്മുടെ സ്റ്റുഡിയോ തുടങ്ങുന്നതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ കുട്ടികളൊക്കെ പഠിപ്പിച്ചു തുടങ്ങി. പ്രോഗ്രാം ഒക്കെ ഇപ്പൊ തുടങ്ങിയടി. ഒരു പ്രോഗ്രാം ചെയ്ത് അടുത്തത് നമ്മുടെ അമ്പലത്തിലായിരുന്നു. ആണല്ലേ? അപ്പത്തേക്കും നീ പ്രഗ്നന്റ് ആയി. അത് പറയട്ടെ, നമ്മുടെ ഹൈവിയാണ് പുതിയ വിശേഷം അല്ലേ? എന്താണ്, എങ്ങനെയുണ്ട് മദർഹുഡ്? അടിപൊളിയാടി. ആദ്യത്തെ 3 മാസം റിസ്ക് ആയിരുന്നു. നമുക്കറിയാലോ 3 മാസം അല്ലേ ഉറക്കമില്ലാണ്ട് ഇപ്പോഴും ഇടക്കും. അവനെങ്ങനെ കരച്ചിലായിരുന്നോ? ഭയങ്കര അറിയാലോ. എന്നാലും പറയടി, ആൾക്കാർക്ക് അറിയണമെന്നൊന്നും ഉണ്ടാവുമല്ലോ. ആടി ആദ്യത്തെ 3 മാസം 2 മാസം കുഴപ്പമില്ല. 2ാമത്തെ മാസം പകുതി ആയപ്പോഴേക്കും രാത്രി ഉറക്കമൊന്നുമില്ല. ഞാൻ ഒരു ദിവസം രാത്രി 10 മണി മുതൽ രാവിലെ 10, അത് എല്ലാവരോടും പറയണ കഥയാണ്. അങ്ങനെ അടുപ്പിച്ച് 3-4 ദിവസം സമയം മാറി മാറി വരുമല്ലോ പിള്ളേരുടെ. 10 മണി മുതൽ രാവിലെ 10 മണി വരെ ഇടയ്ക്ക് ഉറങ്ങും. പക്ഷെ നമുക്ക് എടുത്താൻ പറ്റില്ല, കൈ തന്നെ പിടിച്ചോണ്ടിരിക്കാൻ. മറ്റേ സംഭവം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടായിരുന്നോ നിനക്ക്? അത്യാവശ്യം. അപ്പൊ എന്താടി മനസ്സിൽ തോന്നുക? ടെൻഷൻ. നമ്മൾ ഒറ്റയ്ക്ക് ഒരു റൂമിൽ ആദ്യത്തെ പ്രസവം കൂടി നമ്മള് പുറത്തോട്ട് ഇറക്കില്ല പിള്ളേരെ കൊണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ പാടില്ല. നമ്മളെങ്ങനെ നടന്നതാ, എനിക്ക് ഒട്ടും പറ്റില്ലായിരുന്നു. ശരിയാ, നമ്മളും അല്ലേ, നമുക്ക് തോന്നുന്നു നമ്മുടെ പ്രദേശത്ത് നമ്മള് 3 പേരും കളിച്ചു നടന്ന പോലെ വേറൊരു പെമ്പിള്ളേരും നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. കാരണം ഫുൾ ടൈം പുറത്തുണ്ടാവും. നമ്മള് കുറച്ച് വലിയ കുട്ടികളായിട്ടും നമ്മളല്ലേ പുറത്തൊക്കെ. ഇപ്പോഴും അങ്ങനത്തെ സാഹചര്യം വന്ന് നമ്മള് ഒരുമിച്ച് തന്നെ ഇരിക്കൂല. അതെ അതെ, അത് ശരി. കല്യാണം കഴിച്ച് പോയോണ്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ. പക്ഷെ എന്നാലും നമുക്ക് ഇങ്ങനെയെങ്കിലും ഗ്യാദർ ചെയ്യാൻ പറ്റുന്നില്ലേ? ഇങ്ങനെ പോലും പറ്റാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഒന്ന് ഫ്രണ്ട്സിനെ ഒന്ന് കാണാൻ പോലും പറ്റാത്ത. ഇപ്പതേ എന്തൊക്കെയായി മാറ്റങ്ങൾ. നമ്മളിപ്പോ 3 പേര് 3 സ്ഥലത്തായിട്ട് പോലും കൊച്ചായ ഒരാൾക്ക് എന്നിട്ട് പോലും നമുക്ക് ഇന്ന് സംസാരിക്കാൻ പറ്റണല്ലേ? എടി കണ്ണൂരാണ്. എടി നമ്മുടെ ജോലി സ്ഥലം എവിടെയാ? എന്റെ ജോലി സ്ഥലം എവിടെയാ? അല്ല, എവിടെയല്ല സ്റ്റുഡിയോ ഇട്ടേക്കണം. നമ്മള് കണ്ണൂര് സ്റ്റുഡിയോ ഇടുമ്പോ നമ്മൾ എന്ത് ചെയ്യും? കണ്ണൂര് പോവും. എല്ലാ മാസം പോകുന്നില്ലേ? അപ്പൊ ടോപ്പിക്ക് വിടല്ലേ? പോസ്റ്റ്മോർട്ടം ഡിപ്രഷനില് കൂടെ കടന്നുപോയി വർഷ അല്ലേ? എനിക്ക് അത്യാവശ്യം. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് സെർച്ച് ചെയ്തിട്ട് മനസ്സിലായി നിനക്ക് ഇങ്ങനത്തെ അങ്ങനെ ഉണ്ടാവുന്നുള്ളത്. അല്ലെങ്കിൽ എനിക്ക് എന്താ പ്രാന്തം ആയിരിക്കില്ലേ? അപ്പൊ അതിനെ പറ്റി നോക്കിയപ്പോ അങ്ങനെ സംഭവം എല്ലാവർക്കും ഉള്ള സാധനമാണെന്ന് അറിഞ്ഞപ്പോ നിനക്ക് ഓക്കെ അല്ലേ? എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും തോന്നിയായിരുന്നു? ഇങ്ങനെ ചിലര് പറയും തന്നെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാനൊക്കെ തോന്നും. അങ്ങനെയൊക്കെ തുടക്കമായിരുന്നു. അപ്പൊ ഞാൻ പയ്യെ എന്നെ തന്നെ ഫോൺ യൂസ് ചെയ്ത് തുടങ്ങി. പറയും യൂസ് ചെയ്ത്, പക്ഷെ നമുക്ക് ഒട്ടും പറ്റില്ല. ഇപ്പൊ കുറച്ചുകൂടെ ആൾക്കാർ അതിൽ അവയർനെസ് ആയല്ലേ? ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട്. പണ്ടൊന്നും നമ്മുടെ അമ്മമാർക്കൊക്കെ അത്ര അവെയർ ആയിരുന്നു എന്ന് അറിയത്തില്ല. അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. പണ്ട് കൂട്ടുകുടുംബം എല്ലാരും ഒരുമിച്ചുണ്ടടി. ഇതിപ്പോ നമ്മളൊരു റൂമിലേക്ക് കഴിഞ്ഞാൽ അമ്മ അച്ഛൻ ഒക്കെ ഉള്ളൂ. അപ്പൊ വാവേനെ നോക്കാനായിട്ട് എല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അമ്മ ഉണ്ടാവും. പക്ഷെ അമ്മ അടുക്കള പണി നോക്കുമ്പോ ഞാൻ തന്നെ. എനിക്ക് അവനെ നോക്കണേ പ്രശ്നമില്ല പിള്ളേരെ. പക്ഷെ രാത്രിയിൽ തുറക്കം നിന്നപ്പോഴാണ് എനിക്ക് പ്രശ്നം പറ്റിയത്. ഉറക്കില്ലാണ്ടാവുമ്പോ പ്രശ്നവും. അതാണ് മെയിൻ ആയിട്ടൊരു കാര്യം. എന്നാലും പക്ഷെ അവൾ അങ്ങനത്തെ സ്ട്രഗിള് അല്ലെ, ആ സ്ട്രഗിൾസ് ഒക്കെ അങ്ങോട്ട് മാറി ഇപ്പൊ എന്ത് വരുമായിരിക്കും അല്ലേ? നമ്മള് വരട്ടെ അല്ലേ വർഷം? അല്ല നമ്മള് നമുക്ക് അങ്ങനത്തെ ടെൻഷൻ ഉണ്ടാവും അറിയില്ല. എനിക്കുണ്ടായിരുന്നു. എല്ലാവർക്കും ഉണ്ടാവില്ല. പിന്നെ ഉറപ്പല്ലെങ്കിൽ ഞാൻ എന്തായാലും ആവണമെന്നൊക്കെയാണ് പറയണത്. കാർത്തി നിനക്ക് നീ എന്താ അയച്ചു വെച്ചോന്നൊക്കെ. എടി എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ രസമാണ്. അതെ ശരി. പിള്ളേര് ഇങ്ങനെ കളിച്ചൊക്കെ തുടങ്ങി കഴിയുമ്പോ പിന്നെ നമുക്ക് ഇങ്ങനെ സമയം പോണത് അറിയില്ല. അതേവള് വീഡിയോ അടുത്തോട്ടിരിക്കലാണ് എനിക്ക് പണി. എന്താടി? അവന്റെ അടുത്തോട്ടിരിക്കലാ പണി. രസമാ. കിടക്കുവോ ആള്? നീ അല്ല കരയുന്ന ആളാണോ? ഉറക്കി കഴിഞ്ഞപ്പോ തന്നെ അടുത്താൻ പറ്റില്ല. തൊട്ടിലിട്ട് കുറച്ച് ആട്ടി പിന്നെ ഉറങ്ങുള്ളൂ.
ഇപ്പൊ സെറ്റാണ്. പക്ഷെ എടുത്തോണ്ടിരിക്കാൻ ഇഷ്ടമുള്ള എനിക്ക് പിന്നെ ഇഷ്ടമുണ്ട് പിള്ളേരെ എടുത്ത് നോക്കല്. ഒരു ഹാപ്പി മദർ അല്ലേ നീ? ഇപ്പൊ ഇത്രയും ഹാപ്പി ആയിട്ട് കാണുന്ന ഭയങ്കര സന്തോഷം. മാത്രല്ല സന്തൂർ മമ്മിയാന്ന് പറയത്തേ ഇല്ല. പക്ഷെ നല്ല എടി നീ അല്ലേ അവള് നല്ല യങ്ങായിട്ട് നല്ല പ്രായമുണ്ട് നമുക്കല്ലേ എടി അറിയുള്ളൂ. അതൊരു ഇളയത് കുറച്ചുകൂടി ഇളയത്. ആരോളത്? നമുക്കൊക്കെ ഒരേ പ്രായം. ആധാർ കാർഡ് കാണിച്ചേ. കാണിക്കടാ വേണ്ട വളരെ അടിപൊളി. വെള്ള 2 കെട്ടിട്ടല്ലേ? ഞാൻ 2 കെട്ടി അത് പോയത്. കാണുമ്പോ എനിക്ക് എന്നെ വീഡിയോ ഞാൻ തന്നെയാണോന്ന്. ലൈറ്റ് ഇല്ലാത്ത സമയത്ത് എടുത്തോ ഒരു ആധാർ കാർഡ്. അത് മോഹനങ്ങളുടെ ചെറുതായി പോയി. എടി എന്നിട്ട് ഇനി എന്താ പ്ലാൻ? എന്താ ഇപ്പൊ വാഴയൊക്കെ ഇപ്പൊ സെറ്റ് ആയില്ലേ? നീ ആ ഒരു റുട്ടീനായിട്ട് മദർഹുഡ് ആയിട്ട് അവന് ഇനി ഒരു 6 മാസം കുറുക്കൊക്കെ തുടങ്ങിയിട്ടില്ല. അപ്പൊ അതൊക്കെ തുടങ്ങി പയ്യെ ഡാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കേ. സെറ്റ്. എവിടെ വീട്ടിൽ തന്നെയാണോ അല്ലെങ്കിൽ സ്റ്റുഡിയോ ഒക്കെ തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ? തുടക്കം അവിടെ തന്നെ തുടങ്ങി. അപ്പൊ ഒന്നും കൂടി അത് സെറ്റ് ആയിട്ട് അതെ, എല്ലാവരുടെയും തുടക്കം അല്ലേ? അതുപോലെ എന്റെയും എല്ലാത്തിന്റെയും തുടക്കം ഇവളുമാർ തന്നെയാണ്. നമ്മൾ യൂട്യൂബിൽ ഒരു ഫസ്റ്റ് വീഡിയോ ചെയ്ത് അത് നിങ്ങളെ വെച്ചിട്ടാണ്. ഇനി എനിക്ക് അറിയണം പോഡ്കാസ്റ്റിന്റെ രാശി എങ്ങനെയാണെന്ന് ഇവളുമാരെ വെച്ചിട്ടുള്ളത്. അതെന്തായാലും സെറ്റാണ്. ലൈക്ക് ചെയ്യണോട്ടോ എല്ലാവരും. ലൈക്ക് എടി ലാലേട്ടനൊക്കെ വരുമ്പില്ലേ വരവരിക്കുമല്ലോ. വരത്തടം ഇല്ല ലാലേട്ടൻ വരുമ്പോ ഈ സീറ്റ് ഇട്ടാ ഞാൻ ഇരുന്ന സീറ്റ്. ജയൻ രവി അല്ല രവി മോഹൻ. രവി മോഹൻ എന്നാക്കിയല്ലേ പേരിപ്പോ? ജയൻ രവി ഒക്കെ വരുവടി വരും. എന്നിട്ട് ഞാൻ നിന്റെ സീറ്റ് കൊടുക്കണോ? അല്ലെങ്കിൽ നിന്നെ വിളിക്കാൻ എന്തെങ്കിലും പറയണോ? അല്ല അവിടെ നോക്കിക്കോളാം. പിന്നെ ഇറങ്ങുന്ന സംസാരിക്കാലോ. ഈ സീറ്റ് രവി മോഹൻ വരുമ്പോ വേണമെന്നില്ല, ഞാൻ അടുത്തൊന്നിരുന്നോളാം. ഞങ്ങൾ 2 പേരെ വെച്ചിട്ടുണ്ട്. ആ വരട്ടെ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ മെമ്മറീസ് പറഞ്ഞോണ്ടിരിക്കുക. തിരിച്ചിനി റിയാലിറ്റിയിലേക്ക് പോകേണ്ടതാണ്. നമ്മൾ ഇത്രയും നാളും നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ട് ഇനിയിപ്പൊ തിരിച്ച് അമ്മയായി, നീട്ടിലൂടെ ബിസിനസ്സുകാരിയായി, ഞാനിവിടെ യൂട്യൂബ് ഇങ്ങനെ നോക്കി കാണിക്കണ്ട കേട്ടോ. അയ്യോ പ്രമോഷൻ ആയിക്കോട്ടെ. പാന്റും ഉണ്ടോ? പാന്റ് പൊക്കി കാണിക്കുന്നീ പൊളിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് കാലം അടിക്കണ്ട. ഇത് തന്നെ പാന്റ്. ഇത് തന്നെ ഓക്കെ. ഇതുപോലെ നീ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കൂലേ? എല്ലാം കസ്റ്റമൈസേഷൻ ചെയ്യാൻ അത്രയോ? അതിപ്പോ ഓരോ വർക്ക് അനുസരിച്ചിരിക്കും ചെയ്യാനായിട്ട്. ഓ ശരി. ഇതുപോലെ പക്ഷെ ഇന്ന് നമ്മൾ എന്താന്നറിയില്ല, യാദൃച്ഛികമായി 3 പേരും ഒരേ ടൈപ്പ് ഡ്രസ് അല്ലേ? കള്ളം പറയരുത്. ഫസ്റ്റ് ഞാനാ പറഞ്ഞത് ഈ ഒരു ടൈപ്പ് മോഡൽ ഡ്രസ്. ഞാൻ പറയാൻ വന്നറിയോ? ഈ കള്ളം എന്റെ കാര്യം ഫസ്റ്റ് ഞാനാണ് ഈ മോഡലാന്ന്. അല്ല നമ്മള് ചെറുപ്പം പോലെ അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? പിന്നെ എന്തിനാ അഭിനയിക്കണം? എടി കളിക്കല്ലേ നീ? അല്ലടി ഈ പോഡ്കാസ്റ്റിന് ഇതിട്ട് വരുമെന്ന് നിനക്ക് ഉറപ്പുണ്ടായിരുന്ന? അതാണ് ഞാൻ പറഞ്ഞത്. ഉറപ്പുണ്ടായിരുന്നില്ലല്ലോ. ചിലപ്പോ നിനക്ക് വേണമെങ്കിൽ ഇപ്പൊ ഡ്രസ്സ് മാറിയിട്ട് വരായിരുന്നല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കേട്ടില്ല, ഒന്നുകൂടി പറയട്ടെ. എടി പോഡ്കാസ്റ്റിന് വന്നപ്പോഴും നമ്മളിതാ സെയിം ഡ്രസ്, നമ്മള് ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇടുവായിരുന്നല്ലോ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ കളർ, ഓറഞ്ചും റെഡും ബ്ലാക്കും. യോക്ക് ഓറഞ്ച്, താഴെ ബ്ലാക്ക്. നിനക്ക് ബ്ലാക്ക് യോക്ക്, താഴെ ഓറഞ്ച്. എനിക്ക് വേറെ തന്നെ കളർ. ഞാൻ എപ്പോഴും ഇങ്ങനെ നടുക്ക് ഇങ്ങനെ നടക്കണം എന്ന് വിചാരിച്ചിട്ട് നടക്കായിരിക്കും. അതാ ഇഷ്ടം. ഇപ്പൊ നമ്മള് സ്ലീപ്പ് ഓവർ ഒക്കെ നടത്തുമ്പോ നമ്മള് ഉറങ്ങാറൊക്കെ ഞാൻ നടുക്ക് കിടത്തും. അതിനെക്കാര്യം ഓർമ്മിപ്പിക്കല്ലേ, രാത്രിയാകുമ്പോ വർഷയുടെ തനി സ്വഭാവം കാണിക്കും. വർഷപ്രേതവും. ചെറുപ്പത്തിൽ ഞങ്ങൾ ആരുടെങ്കിലും വീട്ടിൽ കിടക്കാൻ, മിക്കപ്പോഴും ആരുടെ വീട്ടിലടി വർഷയുടെ വീട്ടിലല്ലേ നമ്മള് കിടക്കാറുണ്ട്. മാറി മാറി കിടക്കാറുണ്ട്. എന്നാലും എന്റെ വീട്ടിൽ വിടല് കുറവാ. അപ്പൊ നമ്മള് വർഷയുടെ വീട്ടിൽ പറ്റിച്ചിട്ട് നമ്മൾ അവിടെ പോയി കിടക്കും അല്ലേ? അവിടെ പോയി കിടന്നു കഴിയുമ്പോ വർഷം രാത്രിയാകുമ്പോ ലൈറ്റ് ഓഫ് ചെയ്യും, പേടിപ്പിക്കാൻ വരും. അങ്ങനെയല്ല, വെറുതെ എടി നീ റൂമിൽ കയറുമ്പോ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് മനുഷ്യനെ പേടിപ്പിക്കാറില്ലായിരുന്നു പണ്ടേ മുതൽ? എനിക്ക് ട്രോമയായിരുന്നു ഇവള് കാരണം. ഇവളിങ്ങനെ പ്രേതമാണ്, ഇവക്ക് ഒരു പേടിയില്ലായിരുന്നു പണ്ട്. അപ്പൊ പണ്ടും ഇപ്പോഴും ഇല്ല പേടി എന്ന് പറഞ്ഞ സാധനം. ഞാൻ വർഷയിലങ്ങനെ കണ്ടിട്ടില്ല. സൈഡിലൊക്കെ പോയി മുടി അഴിച്ചൊക്കെ ഇട്ട് നിക്കും. പിന്നെ ഒരു കാടുണ്ടായിരുന്നില്ലേടി ബാക്കിൽ ഒരു പച്ചപ്പ് ഫുള്ള്. എന്നിട്ട് എപ്പോഴും പേടിയാണ്. അതെ, ഇവള് വേണമെങ്കിൽ അങ്ങനെ പോയി നിക്കും. ഇവക്ക് ഏത് രാത്രിയായാലും ഒരു പേടി ഉണ്ടാവൂല പോയി അങ്ങനെയൊക്കെ നിക്കാനായിട്ട്. റൂമില് ഇന്നലെ ഞാൻ എന്റെ വീട്ടിലാണ് നിന്നത് രാത്രിയപ്പ. അതെ ഒറ്റയ്ക്ക് കിടക്കുന്ന കിടത്താൻ കൊള്ളൂല, ഊർക്കം വലിക്കും.
ആരാ? കാർത്തി. നീ അടിച്ച് വലിക്കും വലിക്കും. ഇല്ലടി. അതന്ന് മറ്റേ സ്ഥലം മാറി കിടന്നിട്ട് കിടന്ന് കഴിയുമ്പോ കിടപ്പ് ശരിയായില്ല. കിടപ്പ് ശരിയാവാ നീ ഇല്ലട്ടോ, കിടപ്പ് മാറി അങ്ങനെ കിടപ്പ് വരുമ്പോ ഇവളെ പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. ഇവിടെ പിന്നെ നാണം കിടത്താനായിട്ട് പലതും പറയും. അതെ, സാരമില്ല, ഇതിങ്ങനെ മാറി മാറി വരും. ഇപ്പൊ എനിക്കിട്ടാണ് ഞാൻ വേണ്ടല്ല. അപ്പൊ അങ്ങനെ കൂർക്കം വലിച്ചൊക്കെ അതല്ലേ പറഞ്ഞത്. ഓർക്കും പോലും. അപ്പൊ അങ്ങനെ ഒരുമിച്ച് കിടക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് കൊറേ ആയില്ലേടി അങ്ങനെ കിടന്നിട്ട് ഇല്ലേ. ഇനിയിപ്പോ നമ്മള് മൂന്നുപേരും ഒരുമിച്ച് ഒരുമിച്ച് പറ്റില്ല. ഒരാളുണ്ടാവും. പക്ഷെ ഞാനും ഈ സെറ്റാണ് ട്ടാ. ഇല്ല, എന്റെ കയ്യിൽ അവൻ ഓക്കെയാണ്. ഞാൻ എടുക്കുമ്പോ അങ്ങനെ കരച്ചിലും കാര്യങ്ങളും ഒന്നുമില്ല. കാത്തി എടുക്കലുമില്ല. കാത്തിക്ക് ഇപ്പൊ പേടി പാടില്ല. അല്ല എങ്ങനെ എടുക്കാൻ ആ ഒരു 3 മാസം പ്രായമുള്ള കൊച്ചുങ്ങളൊക്കെ എടുക്കാൻ എടുത്ത് പഠിക്ക്. നീ അല്ലേ പറ, നീ എപ്പോഴാ പ്ലാൻ ചെയ്യുന്നതെന്നൊക്കെ പറയണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. അത് പറ ബേബി പ്ലാൻ. ബേബി പ്ലാൻ ഒന്നുമില്ല, ഞാൻ അറിയാതെ ചോദിച്ചതാണ്. മാക്സിമം ഒരു 1 year. ഓ ഭായിമാരുണ്ടല്ലോ. അപ്പൊ 2026 26 എന്തായാലും കുട്ടി. ഞങ്ങൾക്ക് കല്യാണം ആദ്യം ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ വിചാരിക്കാല. നിക്ക് ഞാൻ പറയട്ടെ, നമുക്കൊരു കഥ ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ഒരുമിച്ച് പ്രഗ്നന്റ് ആവാ, ഒരുമിച്ച് ആ കല്യാണം എന്തോ ഭാഗ്യത്തിന്. അത് എന്തായാലും ഒരുമിച്ചായിരിക്കും. എന്തെന്ന്? രണ്ടാമത്തെ അതെ, വർഷയുടെ രണ്ടാമത്തത്. നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ പറയായിരുന്നു, കല്യാണം ഒരുമിച്ചാകണം, കുട്ടി ഉണ്ടാവാൻ ഒരുമിച്ചാവണം, അങ്ങനെയൊക്കെ. പക്ഷെ കല്യാണം ഏകദേശം ഒരുമിച്ചായി അല്ലേ. നവംബർ ജനുവരി രണ്ടുപേരും ഭയങ്കര കഷ്ടപ്പെട്ടൊക്കെയാണ് അല്ലേ. നമ്മൾ കഷ്ടപ്പെട്ട ഡാൻസ് ഒക്കെ കളിച്ചത് എല്ലാവരും. പണ്ട് നമ്മ പറയുമായിരുന്നു ഒരുമിച്ച് ഫോട്ടോ എടുക്കണം, എന്നിട്ട് ഒരു വീഡിയോ എടുത്തായിരുന്നു. എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് ആയാൽ മതിയായിരുന്നു. എന്തെന്ന്? നീ എന്താ പ്ലാൻ ഇല്ലാണ്ട് പോയത്? നിന്റെ പ്ലാനിലുണ്ടായിരുന്ന? അല്ല സത്യമാണ്. പറഞ്ഞു നീ ഒരു ക്ലൂ തന്നായിരുന്നു, ഞങ്ങളാവുമായിരുന്നു. പറയാലോ. നീ പറയാത്ത എന്റെ ദേഷ്യത്തിലാണ് ഇതിനാവുന്നത്. ഇല്ലില്ല, ഇനി നിന്റെ സെക്കൻഡ് ബേബിയില് നമ്മള് 3 പേരും ഒരുമിച്ച്. അപ്പൊ നമുക്കില്ലേ മറ്റേ വീഡിയോ ചെയ്യാം, ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കുട്ടിയായതിന്റെ പോലത്തെ റീലൊക്കെ എടുക്കാം. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ നീ അടുത്ത വർഷം അല്ലേ 2020? അങ്ങനല്ല, എനിക്ക് പ്ലാൻ ഒന്നുമില്ല. ഇപ്പൊ കറലി പ്ലാൻ. ഇപ്പൊ നമുക്ക് പോഡ്കാസ്റ്റ് ഒക്കെ ഇനിയിപ്പോ വേറെ വേറെ കുറെ പ്ലാൻ. പറയാൻ പറ്റില്ലല്ലോ. അതെ അതെ അതെ, ഇതൊക്കെ ലൈഫിൽ നമുക്ക് വരുന്ന കാര്യങ്ങളല്ലേ. എന്താടി എന്തോ പറയുന്നുണ്ട്. ഇതിപ്പോ ഇല്ല, എല്ലാം പറയുമ്പോ ഇത് കട്ട് ചെയ്തോ ടോപ്പിക്. ഓ, ടോപ്പിക് ചേഞ്ച് ചെയ്യാനായിട്ട്. മെമ്മറീസ് ബ്രിങ് ബാക്ക്. എന്താ മെമ്മറീസ് ഒരാൾ വെച്ചിട്ട കാര്യം പറഞ്ഞു തീർത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മതിലിരിക്കണ. പിന്നെ എനിക്ക് ഓർമ്മ മറ്റേ പുഡിങ് ഉണ്ടാക്കിയത്. കുക്കിംഗ് ആണ് ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആള് ഞാനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അന്നേ മുതൽ. അപ്പൊ പിന്നെ ഞാൻ മൈക്ക് ഇടിച്ചു തകർക്കല്ലേ. അപ്പൊ ഞാൻ ഓരോന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കും. വീഡിയോ സീൻ വെക്കണം, എന്നാലും നമുക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ. അത് കട്ട് ചെയ്യോ നീ? ഹെൽപ്പും ചെയ്യില്ല വെറുതെ. അല്ല, എന്നെ ഒരു ദിവസം വീട്ടിൽ വിളിച്ചു, എടി എന്താ വേണ്ടത് തലേദിവസത്തേക്ക് വിളിച്ച് ചോദിക്കണേ, എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞു എന്തെങ്കിലും കുഴപ്പമില്ല, അന്ന് അമലിന് നോമ്പാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വെജ് എന്തെങ്കിലും മതിയടി. അപ്പൊ വെജ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരാണ് നിനക്ക്. ഞാൻ എന്തായാലും ഉണ്ടാക്കി, നീ ആദ്യമായിട്ട് തന്നെയാണ്, ഞാൻ എന്തായാലും ഉണ്ടാക്കി തരും പറഞ്ഞിട്ടാ. അവിടെ ചെന്നിട്ട് മറ്റേ അവിടെ പോയിട്ട് എവിടെയാണ് സിലിക്കോണി പോയിട്ട് സാമ്പാർ റെഡിമേഡ് സാമ്പാറും വാങ്ങിച്ചിട്ട് ഞാൻ അവിടെ വിശ്വസിച്ചാന്നോള് പറഞ്ഞത്. എടി അത്രയും ഭയങ്കര ബിൽഡപ്പിലാ പറഞ്ഞത്, വിശ്വസിച്ച് പോയി. എടി നീ ഞാൻ ഞാൻ കഥ പറയട്ടെ. അവിടെ ചെന്ന് ഞാനിന്നെ പച്ചക്കറിയൊന്നും വാങ്ങിച്ചിട്ടില്ല. എന്നിട്ട് അവിടെ ചെന്ന് 3-4 വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, അതെടുത്ത് വെട്ടി. ഞാൻ വീഡിയോ കോൾ നമ്മുടെ വീട് അങ്ങനത്തെ ഒരു വീടാണ്. നമ്മൾ എല്ലാ ഗസ്റ്റ് അല്ല നിങ്ങളൊന്നും. നമ്മുടെ വീട്ടിലെ എല്ലാത്തിനും ഡയലോഗ് പറഞ്ഞില്ല നിന്നോട് മനസ്സിലായി. 2 കാര്യം കേട്ടോ, ഒപ്പായി വീട്ടിൽ വിളിച്ചെടുത്തിട്ട് മനസ്സിലായില്ലേ. വീട്ടിൽ വിളിച്ചെടുത്തിട്ട് അങ്ങനെ ഫുഡ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ വരെ ആര് ഗസ്റ്റാ? അല്ലെങ്കിൽ ഇതൊക്കെ എന്തെന്ന് വീട്ടിൽ ആദ്യമായിട്ട് വരുന്ന പറഞ്ഞാ എന്ത് വെള്ളം തരണ്ടേ? വെള്ളം തന്നില്ലേ? എടുത്തു കുടിക്കണം. നീ വീട്ടിലോട്ടോ. ഇന്നലെ വീട്ടില് ചോറ് വെച്ചപ്പോ എടുത്തു കൊടുത്തില്ലേ നീ? ഞാൻ എന്റെ വീട്ടിൽ വന്നില്ലേ നമ്മ 3 എടുത്തു കൊടുക്കല. അവൾ എടുത്തോട്ടെ, അവൾ ഇത്തരം പ്രായമാണെന്ന് പറഞ്ഞപ്പോഴേ
അത് കേട്ടിട്ട് എടുത്തത് എന്തിനാന്ന് ചോദിക്കാം. അവൾക്ക് ആവശ്യമുണ്ട്. അവൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യിക്കാനാണ് അവള്. അത് വേറെ സ്ഥലം. ഒരു ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കാനുണ്ടായിരുന്നു. അപ്പൊ ആ ഡാൻസ് സ്റ്റെപ്പ് ഇടാൻ വേണ്ടിട്ടാണ് അവൾക്ക് ചോറ് എടുത്തത്. അല്ലെങ്കിൽ നീ എടുത്തു തരുമായിരുന്നു. ഇല്ലെങ്കിൽ അവൾ ഓർത്ത് സങ്കടം ഇല്ലടി ഇല്ലെങ്കിൽ അവൾ എടുത്തു തരുമായിരുന്നു. അല്ലെങ്കിൽ അവൾ ചോറ് കഴിക്കൂല. അവൾക്ക് എടുത്തു തരാമല്ല. കഴിക്കൂലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതെ, പക്ഷെ വിശക്കണോണ്ടേ അപ്പൊ എനിക്ക് പാവം ഡാൻസ് പഠിക്കല്ല. എന്നുവെച്ചാൽ എനിക്ക് ഇങ്ങനെ ചെയ്തു തരാൻ 2 ഫ്രണ്ട്സ് ഉള്ളപ്പോ ഞാൻ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഒച്ചമ്മ വിളിച്ചാൽ മതി അങ്ങനെ. കൊച്ചാവുമ്പോ ചെയ്തോളും. രാമു എല്ലാം ചെയ്യും. മനസ്സിലായില്ല ആരാ ഓടി എവിടെ നിന്ന് നമ്മളെല്ലാം ചെയ്തോളും. മെമ്മറീസ് അല്ല ഇപ്പൊ ഞാൻ ഒന്നും ചെയ്യാതിരുന്ന ഞാൻ വീടായപ്പോ എന്തായി? ഒന്നും ചെയ്യല. ഞാനാ വീട്ടിൽ പോയി ഷൂട്ട്. എടി അങ്ങനെയല്ല. ഞാനിപ്പോ എല്ലാ ദിവസവും ഒരു ശരി വിളിക്കും. രാവിലെ പണി വ്യത്യാസമുണ്ട്. അടിപൊളിയായിരുന്നു. പോടുന്നു വീഡിയോ പറഞ്ഞില്ല അപ്പൊ കട്ടായിരിക്കില്ല ഇതിനകത്ത്. മറ്റേ 2 ഫ്രൈഡേയും കണ്ടായിരുന്നു. സൂപ്പർ ആയിരുന്നു അടി. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണെന്ന് പറയില്ല, അത്ര അടിപൊളിയായിരുന്നു. നീ മാത്രല്ലേ കഴിച്ചുള്ളൂ. എടി അവൻ കഴിക്കൂലല്ലോ. അതുകൊണ്ട് അവൻ കഴിക്കൂല. അവൻ കഴിക്കാത്തതുകൊണ്ട് ഞാൻ മുഴുവൻ കഴിച്ചു. പക്ഷെ ആര് കഴിച്ചത് അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഒന്നും ചെയ്യാതിരുന്ന മീൻസ് ഒന്നും ചെയ്യാൻ അറിയില്ലാന്നിട്ടും ഞാനിപ്പോ ഇത്രയും നന്നായിട്ട് കുക്ക് ചെയ്യുന്നു. അപ്പൊ പിന്നെ ഓരോ ലൈഫ് സിറ്റുവേഷൻ വരുമ്പോ മാറുപടി മാറ്റങ്ങൾ. നിനക്ക് അറിയായിരുന്നോ കൊച്ചിനെ നോക്കാനായിട്ട്? നിനക്ക് അറിയായിരുന്നോ? അത് കൊച്ചിനെ അത്യാവശ്യം നോക്കുമായിരുന്നു. ആരുടെ? എല്ലാ അല്ല സ്വന്തം കുഞ്ഞിനെ നോക്കുന്ന ഒരു വ്യത്യാസമല്ലോ. വല്ലവരുടെ നോക്കിയാ പോരെ. ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? അപ്പൊ അത് നീ എന്താ ലൈഫിൽ ആ സിറ്റുവേഷൻ വന്നപ്പോഴാണ് നീ പഠിച്ചത്. അതുപോലെ നമ്മൾ സിറ്റുവേഷൻ വന്നിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ അതുപോലെ വാവയാവുമ്പോ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചിട്ട് കൊച്ചിനോട് സ്ഥലത്ത് കൊച്ചിന്റെ സാധനം കഴുകാൻ പറ്റില്ല. കൊച്ചിന്റെ ഡ്രസ് കൊച്ച് 1 2 ഒക്കെ ഇട്ട് എന്ത് ചെയ്യും? വാഷിംഗ് മെഷീനിലോട്ട് നേരെ അല്ല ആ ഇടുന്ന ഡ്രസ്സ് മാത്രം അലക്കിയാ പോരെ. അങ്ങനെ ബാക്കിയുള്ള അങ്ങനെയല്ലല്ലോ കാറില് പറഞ്ഞത്. ഒന്നുമില്ല ഗൈസ്, ഞാനേ കൈ കൊണ്ട് അലക്കിക്കോളാം. കൈ കൊണ്ട് അലക്കണായിരിക്കും അല്ലേ? എനിക്ക് അറിയില്ലല്ലോ അടി കൊച്ചുങ്ങളുടെ അങ്ങനെ ചെയ്യണോ. ആണല്ലേ? അപ്പൊ ഞാൻ എന്തായാലും കൈ കൊണ്ട് അലക്കിക്കോളാം. പിന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയാലോടി. പിന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ വർഷേനെ നമുക്ക് നോക്കാൻ നിർത്താം അല്ലേ? നമുക്കപ്പൊ എല്ലാത്തിനും ഒരു മാതൃകയുണ്ട് ലൈഫിൽ. ഇനി ആ ഒരു ഘട്ടങ്ങളൊക്കെ എടുക്കുമ്പോ വർഷേനോട് ചോദിക്കാം ഡൗട്ടുകളൊക്കെ. വർഷ അങ്ങനെ എന്ത് ചെയ്യണം, എങ്ങനെയാണ്? ഓക്കെ കട്ടിട്ടാ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റ്. അടി എന്താടി അങ്ങോട്ട് ആയിരിക്കണം അങ്ങോട്ട്. എടി അപ്പൊ ഞാനും ഉദ്ദേശിക്കുന്നത് ഇതുപോലെയാണ്. നമ്മുടെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പോഡ്കാസ്റ്റ്. ഫ്രീ ആയിട്ട് സംസാരിക്കാന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വന്നിട്ട് എന്താ ഇഷ്ടപ്പെട്ടാ? ഫ്രീ ആണ്, ഫ്രീ അല്ലേ? പക്ഷെ അല്ല ഇത് ഞാൻ പറയട്ടെ, ഇത് ശരിക്കും നീ നേരത്തെ തുടങ്ങേണ്ട സംഭവമായിരുന്നു. ആടി എല്ലാ നേരത്തെ ഞാൻ അദ്വൈതിനോട് പറയുന്നത് ഇങ്ങനെ പേളിമാണി ഷോ പോലെയൊക്കെ നീ തുടങ്ങി സെറ്റ് ആയിരിക്കും. അല്ല അവരൊക്കെ നമ്മുടെ ഒരു സംസാരിക്കാനും ഡീലൊക്കെ അറിയാലോ. അങ്ങനെയൊന്നുമില്ല. സത്യം പറഞ്ഞ സംസാരിക്കാൻ പഠിച്ചതൊക്കെ വിളുമാരുടെ അടുത്തുനിന്നാ. എന്തുകൊണ്ടാന്നറിയോ? ചെറുപ്പം മുതൽ എന്ത് പറഞ്ഞാലും എന്റെ പേര് വിളിച്ചു പറയും. അതെ, എന്ത് പറഞ്ഞാൽ കുറച്ച് വിദ്യാഭ്യാസമുള്ള മണ്ടിയാണെങ്കിൽ സത്യം മാത്രമേ. അപ്പൊ അതുകൊണ്ട് എന്റെ പേര് പറയും എവിടെ പോയാലും. ട്യൂഷൻ ക്ലാസ്സിൽ പോയാലും. അല്ല പണ്ടൊരു ബാലസംഘത്തിൽ പോണത് ഓർമ്മയില്ലേ? പക്ഷെ അതില് പ്രസിഡന്റ് സെക്രട്ടറി ഞാനായിരുന്നു. പ്രസിഡന്റ് ചുമ്മാ ഇരുന്നാ മതിയല്ല. ഇവിടെ പ്രസിഡന്റ് ഞാൻ സെക്രട്ടറി ബാലസംഘത്തിൽ. ഇവിടെ വരൂല. സമ്പാദ്യം തരാനെന്തോ വരുമായിരുന്നു. നമുക്ക് അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. ബാലസംഘം എന്ന് പറഞ്ഞാൽ നമ്മള് കുട്ടികളല്ല, കുട്ടിക്കൂട്ടം അല്ലേ? എന്നിട്ട് നമ്മള് മത്സരങ്ങളിലൊക്കെ കൊണ്ടുപോകും. എന്നിട്ട് ക്വിസ് മത്സരത്തിനൊക്കെ ചേരും. എന്നെ ബലിയാടാക്കും. ഇപ്പൊ നീ പറഞ്ഞപ്പോഴും ഓർത്തതൊക്കെ അതൊരു കൊച്ച്, ഏതോ ഒരു കൊച്ച്. ഞങ്ങൾക്കൊരു എതിർ ടീം ഉണ്ടായിരുന്നു അല്ലേ? അവിടെ കുറെ പിള്ളേരും നമ്മളും. ഞങ്ങള് 3 പേരും മാത്രം. നമ്മള് 3 പേർക്ക് അതൊരു അടിപൊളി കഥ തന്നെ. അതൊരു മാസായിരുന്നു. സിനിമയ്ക്കുള്ള സ്കോപ്പ് ഉണ്ട് അതും. എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, നമുക്ക് വേറൊരു ടീം. ആ ടീമിനകത്തൊരു 10 വലിയവരാണ്, നമ്മൾ കുഞ്ഞു പിള്ളേരാണ്. നമ്മള് ചെറുതായിട്ട് മാത്രല്ല എന്റെ കൂടെ ഉള്ള
അല്ല എന്റെ പവർ ടീമായിരുന്നു ഇത്. അപ്പൊ എന്ത് പറഞ്ഞാലും ഇവിടുമാർ എന്റെ പേര് പറയുമല്ലോ. അങ്ങനെ നമ്മൾ എന്താണ് ലാൻഡ് ബോംബ് ഒരു കളി ഉണ്ടായിരുന്നു. ഇറങ്ങി അവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോ അവിടെ ബോംബ് അടങ്ങി നമ്മൾ അവിടെ പോകണം. പൊട്ടിത്തെറിക്കും. അപ്പൊ നമ്മൾ ഔട്ട് ഉണ്ടായുള്ളൂ ലാസ്റ്റ് ഇവളും കൂടി തോറ്റേ ഇവിടുമാരെല്ലാവരും ഔട്ടായി. ബാക്കി ആ പിള്ളേരെല്ലാവരും ഒരുപോലെ കളിക്കുന്നു, ഞാൻ മാത്രം ഒറ്റയ്ക്ക്. അല്ലേടി ചെറിയ ഓർമ്മയുണ്ടെന്നാ? അയ്യോ. എന്നിട്ട് ലാസ്റ്റ് ബോംബ് വന്നത് ആ പിള്ളേര് നിൽക്കുന്ന സ്ഥലത്താണ്. അതുകൊണ്ട് ആ പിള്ളേരൊക്കെ ഔട്ടായി, ഞാൻ ഒരാൾ മാത്രം ജയിച്ചു. അന്നുണ്ടായ ഒരു സംഭവം അഭിമാന പ്രശ്നമായിട്ട് മാറിയായിരുന്നു. അങ്ങനെ ആ മത്സരത്തിന് ജയിച്ചത് കൊണ്ട് ഞങ്ങൾക്കൊരു വില ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ ഞാൻ പറയാൻ വന്നു വെച്ചാൽ അന്ന് മുതൽ അവൃന്ദ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിങ്ങനെ എന്ത് വന്നാലും ചെറുപ്പം മുതൽ എന്ത് സിറ്റുവേഷൻ വന്നാലും ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ധൈര്യം വരും. നമ്മളിങ്ങനെ മുന്നിലേക്ക് വരാനായിട്ട് ഞാനേ ഉള്ളൂ, കാരണം ഇല്ലെങ്കിൽ എന്നെ പിടിച്ച് തള്ളിയിടും. അപ്പൊ ഞാൻ തന്നെ ചെല്ലും. അപ്പൊ അതുകൊണ്ട് ആ ധൈര്യം വന്നത് കൊണ്ടാണ് സംസാരിക്കാനാണ്. അപ്പൊ നിങ്ങളാണ് അതിന്റെ കാരണം. താങ്ക്സ്. നമ്മളിങ്ങനെ പോയല്ലോ. മാത്രല്ല ഈ ജെന്യുവിനിറ്റി എനിക്കറിയില്ല, ഞാൻ ചെയ്തൊരു ഭാഗ്യമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഇവിടെമാരെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ എന്നാലും വേണമെങ്കിൽ പറയാം. എന്താ ഞങ്ങളോട് ഇതുവരെ പറയില്ല. അല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആവുമ്പോ ചിലപ്പോ ഇങ്ങനെയൊക്കെ പല ആൾക്കാർ പല ഫീൽഡിലൊക്കെ ആകുമ്പോ ഒരു ജലസ് ഒന്നും ഞാൻ ഈ ഞങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ കണ്ടിട്ടേ ഇല്ല. ജലസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഇങ്ങനെ പുഷ് ചെയ്യുന്നല്ലാതെ അവളങ്ങനെ ആയല്ലോ എന്നുള്ളൊരു കുശുമ്പോ അങ്ങനെ ഒരു സാധനം ഞാൻ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ നമ്മുടെ ആരുടെ ഇടയിലും കണ്ടിട്ടില്ല. അപ്പൊ അതൊരു ഭയങ്കര നമ്മൾ ലക്കാന്ന് തോന്നുന്നു. ചെറിയ കാര്യത്തിനാണെങ്കിൽ പോലും ഇങ്ങനെ തള്ളി വിടുന്ന രണ്ട് കൂട്ടുകാരും. എടി നിന്നെയൊക്കെ ഞാൻ തള്ളാൻ നോക്കും, പക്ഷെ നീയൊക്കെ കൂടെ എന്നെ എപ്പോഴേക്ക് ചാടിച്ചിട്ടുണ്ടാവും. ഞാൻ പറയാറുണ്ട് എടി ചെയ്യടി എന്ന് ഞാൻ പറയും, പക്ഷെ കേൾക്കൂല. അതുകൊണ്ട് ഞാൻ പറയും ആ ഒരു ധൈര്യമൊക്കെ എനിക്ക് മെയിൻലി കിട്ടിയത് ഇവര് കാരണാണെന്ന് പറയും. തള്ളിയാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയോ ഒരു ധൈര്യക്കാരിയായി ചെയ്യാനായിട്ട്. ടോപ്പ് വാങ്ങിച്ചു തരാൻ പോണ്ട. എന്താടി എന്താ പറയാൻ എന്ത് ഒന്ന് കട്ടിയിലൊന്നുമില്ല. ഇത് നമ്മളിങ്ങനെയല്ലേ, നമ്മൾ ഇത്രയും റോ ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. കമന്റ് ഞാൻ പറയട്ടെ, എല്ലാ ആൾക്കാരിലും ഇപ്പൊ നമ്മൾ പറയുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഗൈസ് ഇതെല്ലാം നമ്മുടെ ഇടയിലുള്ള കാര്യങ്ങളല്ലേ, അങ്ങനെ പറയലോന്ന്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു സ്വാധീനം എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. 10-23 കൊല്ലത്തെ ബന്ധമാണ് അല്ലേ 10-20 വർഷത്തിന് മേലുള്ള ഒരു ബന്ധമാണ്. അപ്പൊ എന്തായിരിക്കും ഈ ഒരു ബോണ്ട്? എന്തും പറയാനുള്ളൊരു സ്വാതന്ത്ര്യം നമ്മുടെ ഒരു ചേട്ടനേക്കാൾ അവരോട് പറയണേക്കാൾ ഒരു സ്വാതന്ത്ര്യം ഉണ്ട്. എന്താടി എന്തോ പറഞ്ഞതിന്റെ അപ്പൊ ആ ഒരു സ്വാതന്ത്ര്യമുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവിടെ എന്തും പറയാല്ലേ, എന്തും ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം നമ്മുടെ ഇടയിലുണ്ട്. അതിന്റെ പുറത്താണ് ഇതൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്റെ ഈ ഒരു പോഡ്കാസ്റ്റിന് ആദ്യത്തെ ഗസ്റ്റ് ആയിട്ട് വന്നതിന് താങ്ക്സ്. ഭയങ്കര സന്തോഷം. കാരണം ഞാൻ പറഞ്ഞപ്പോഴും എടി നമ്മള് വന്നതിന് എന്ത് പറയാനാണ്. ഞാൻ പറഞ്ഞ എടി ഇന്റർവ്യൂ ഒന്നും അല്ല, നിങ്ങൾ എന്തായിരിക്കുന്നു അതുപോലെ സംസാരിച്ചാൽ മതി. ഇത്രേ ഉള്ളൂ നമ്മളെപ്പോഴും സംസാരിക്കണ പോലെ. ഇത് കുഴപ്പമില്ല, ഇത്രേ ഉള്ളൂ. ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഇടയിലാണ് ഇങ്ങനെ ക്യാമറ ഉള്ളോണ്ട് കുറച്ചും കൂടി എന്തായി ഞാനിങ്ങനെ സംസാരിക്കണത് മറ്റേ അല്ല അത് ഓക്കെയാണ്. ഭയങ്കര ഇന്നസെന്റ് ആൾക്കാര്, അങ്ങനെ മനസ്സിൽ എന്തെങ്കിലും വെച്ചിട്ട് പറയലൊന്നുമില്ല, അങ്ങോട്ട് തുറന്ന് അങ്ങോട്ട് പറയും. അതാണ് എന്റെ സംസാര രീതി ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അല്ല നീ ഇങ്ങനെയാണോ? ഇങ്ങനെയാണോടി? ഇങ്ങനെയാണ് ഇവള് അവിടെ ഇരിക്കുന്ന രീതിയല്ലേ, അവള് സംസാരിക്കണ ഇങ്ങനെ തന്നെയല്ലേ നമ്മുടെ അടുത്ത്. അത് ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത് ഞാൻ. എന്നാലും ഒരു പോഡ്കാസ്റ്റിന് വന്നിരിക്കല്ലോ, അപ്പൊ കുറച്ചൊരു മര്യാദ നിനക്കില്ല. എനിക്കറിയാം അവളിങ്ങനെ കാണുമല്ലോ. ഇനി അങ്ങനെ ആരും ഇവിടെ സംസാരിച്ചിട്ടില്ല, എല്ലാരും അവരവരുടെ രീതിയാണ്. പിന്നെ നമ്മളിപ്പോ കുറച്ച് വലുതായില്ലേ, നമ്മളിപ്പോ കുഞ്ഞിപ്പിള്ളേരല്ലോ, അപ്പൊ വളർന്ന്. പക്ഷേ വേറെ നമ്മുടെ ഇടയിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പണ്ടത്തെ പോലെ ഇങ്ങനെ പണ്ടത്തെ പോലെ പറയും. നമ്മള് കൂടുമ്പോ അത് ശരിയാണ്. നമ്മള് കൂടുമ്പോ നമ്മുടെ ആ പഴയ 10 വയസ്സ് അത്രേ ഉള്ളു, ബുദ്ധിയുള്ളൂ. മാറുന്ന എന്തിനാടി? നമ്മളെന്തിനാണ് വേറെ നീ ഇപ്പൊ ഇരിക്കുമ്പോ നീ കുറച്ച് നിനക്ക് മാറുന്നുണ്ടോ നീ ഒരു ആറ്റിറ്റ്യൂഡ്? നീ മാറിക്കഴിഞ്ഞാൽ നീ ആവോ പറ. ഇല്ല വർഷാരാജീവൻ ഇങ്ങനെ പണ്ടത്തരം ചെയ്യുമ്പോഴും നീ ഒരു ഇത് വെച്ചിട്ട് നിക്കണ്ട്.
ഇവള് പേടിച്ചിട്ടായിരിക്കോളൂ. നമ്മളെല്ലാം ഇപ്പൊ ഇങ്ങനെ ആയി, അതുകൊണ്ടാണ് നമ്മൾ വളർന്നു വന്ന് ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ. നമ്മളാരും ഇവിടെ അല്ല, നീ എന്തെങ്കിലും വേറെ രീതിയിലിരിക്കണ്ട, ഞാനിങ്ങനെ ഞാൻ വ്ളോഗിൽ സംസാരിക്കണം. പിന്നെ വീട്ടിലൊക്കെ ആകുമ്പോ കാലൊക്കെ ആയിട്ട് അതല്ല അതല്ലേ രീതിയല്ല നീ ഉദ്ദേശിച്ചത്, രീതി അല്ലാതെ ഇത് തന്നെയാണ്. എനിക്ക് പക്ഷെ വർഷ പഴയതിനേക്കാളൊന്നും ഇതായി, മെച്ചോർഡായി. അമ്മേന്റെ ഒക്കെ ഒരു മെച്ചൂരിറ്റി ഒക്കെ ഉണ്ട്. അത് ശരിയാ, കുറച്ചുണ്ട് നിനക്ക്, ഇല്ലെന്ന് പറയണില്ല. നേരത്തെ കുറച്ചും കൂടി പഠിപ്പും ഇതൊക്കെ അതെ, വായ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടാവും. ഇപ്പൊ കുറച്ചും കൂടെ കട്ടയാണ് സാധനങ്ങൾ ഉണ്ടാവും. അതെ തന്നെ. നീ എന്താ ചെയ്യണത്? തൊട്ട് നിറങ്ങി വെക്കണം. ഇവിടെ പഴയ സ്വഭാവം എന്ത് വന്നാലും നിനക്ക് ഇവിടെ ഒരു തഴമ്പുണ്ടായിരുന്നു. ഇവിടെ ഒരു തഴമ്പുണ്ടായിരുന്നു. എന്താണെന്നറിയോ, ഇങ്ങനെ പോയി എല്ലായിടത്തും ഇങ്ങനെ തൊട്ട് ഇറങ്ങണം. എടി പണ്ട് വേസ്റ്റിലൊക്കെ പോയിട്ട് തൊട്ട്, പിന്നെ വേസ്റ്റ് ഇല്ലെന്ന് പറയാൻ പറ്റുമോ നിനക്ക്? അത് ചിലർക്ക് മാറിയല്ലേ ആ സ്വഭാവം? ഇപ്പോഴും ഉണ്ടാ, പക്ഷെ ഇപ്പൊ കുറവാ. സോഫയിലിരുന്ന് തൊട്ട് നിറങ്ങി വെച്ചോണ്ടിരിക്കണേ. പക്ഷെ ഒക്കെ മാറി അല്ലേ? അപ്പൊ നമ്മുടേതായിട്ടുള്ള കുറെ ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ വന്നാലും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് അതെന്തായാലും ഇങ്ങനെ തന്നെ ഉണ്ടാവൂലേ? പിന്നില്ലേ? ഇനി വലിയ പുള്ളിയായി മാറണെങ്കിലേ ഉള്ളൂ, ഞങ്ങൾ മാറൂല. എന്തൊന്നാടി, എന്റെ എല്ലാ ജേണിയിലും നിങ്ങളുണ്ട് അല്ലേ? ഇപ്പൊ എന്തെങ്കിലും എന്താ ഇപ്പൊ ചെയ്തെന്ന് പറഞ്ഞാ, ഡാൻസ് സ്റ്റുഡിയോ തുടങ്ങി, ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഇപ്പോഴും നിങ്ങൾ തന്നെയല്ലേ? ആദ്യത്തെ ആരാ? നിങ്ങള് നമ്മളെ തന്നെ വിളിച്ചല്ലേ അടിയോള്. എനിക്ക് വരാൻ പറ്റാറില്ല. അതെ, ഈ വർഷം എപ്പോ വിളിച്ചാലും മുടക്കാണ്. പക്ഷെ എന്തായാലും ഇതിന് വന്ന് ഭയങ്കര സന്തോഷം എനിക്ക്. എപ്പോ വിളിച്ചാലും നമ്മുടെ ട്രിപ്പിനൊന്നും വർഷനധികം നിങ്ങൾ കാണില്ലല്ലോ, വേറെ ഒന്നല്ല. റെസ്ട്രിക്റ്റഡ് ഫാമിലി അല്ലടി, പണ്ട് മുതൽ എന്നെ കുറച്ച് സ്ട്രിക്റ്റ് ആണ് അവളുടെ വീട്ടില്. പക്ഷെ എന്നാലും അവൾ എങ്ങനെയൊക്കെ ചാടി വരുമായിരുന്നു. ചെറുപ്പത്തില് എന്നെ അങ്ങനെ വിട്ടെങ്കിൽ ഞാൻ പോയത്. അതുകൊണ്ടാണ് സ്ട്രിക്റ്റ് ആയത്. എങ്ങോടെങ്കിലും പോയനെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം എന്താ പറയാ. ഇനിയിപ്പോ ഹൈവേയും കുറച്ചും കൂടി വലുതായിട്ട് നമുക്കൊരു ട്രിപ്പ് പോവാം. നമ്മൾ ആദ്യം വിചാരിച്ചത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പ് എന്തായാലും പോണെന്നാ. അപ്പോഴത്തേക്കും കൊച്ചായി. അപ്പൊ കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും കൊച്ചുകളായിട്ട് പോവാം അല്ലേ? നമുക്കൊരു ട്രിപ്പ് പോകാം അല്ലേ? സോ ഫ്യൂച്ചർ പ്ലാൻസുകളെല്ലാം നമ്മൾ പറഞ്ഞു അല്ലേ? ഭയങ്കര ഒരു നല്ല ഒരു ടൈം അല്ലേ? നമുക്കൊരു നല്ലൊരു സമയം കിട്ടി സംസാരിച്ച്. നമ്മൾ 3 പേരായിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട് തന്നെ കുറെ ആയി തോന്നുന്നു അല്ലേ? മൈക്കൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ബേസിക്കലി ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ട് കുറെ ഇടി എന്ന് വെച്ചാൽ ഇപ്പൊ 3 കസേരയിൽ ഇരുത്തിയത് കൊണ്ട് ഇടിയൊന്നും ഇല്ലാണ്ട്, അല്ലെങ്കിൽ ചുമ്മാ വന്ന് ഇടിച്ചു. ഞാനും വർഷം മിക്കപ്പോഴും ഇടിയുള്ളത് കാത്തിങ്ങനെ കണ്ടിങ്ങനെ ചിരിച്ചു. എടി ഇടക്കിടക്ക് പറയണ്ട, അഹങ്കാരി അതെന്താ പറയാ? അഹങ്കാരം ഒന്നല്ല, ക്യാമറ ഒരു മാത്രല്ല അവളുടെ പിരികം താന്നിരിക്കണോണ്ട് ചുമ്മാ പിരികം ഇങ്ങനെ പൊക്കി വെക്കും. അപ്പൊ എല്ലാരും വിചാരിക്കും ഭയങ്കര അഹങ്കാരത്തിന് കാര്യം. സത്യം പറഞ്ഞ വാതുറക്കാൻ പേടിയാണ്. അങ്ങനെ പിടിച്ചു അത്രേ ഉള്ളു. പക്ഷെ ആള് പഞ്ചഭാവമാണ്. സമ്മതിക്കൂല. നീയൊക്കെ വന്നേ പിന്നെ ഞങ്ങളാണോ നിന്നെ നശിപ്പിച്ചത്? നശിപ്പാണോ? അതെ, നീ നശിച്ചെന്ന് പറയാൻ ഞങ്ങൾക്ക് തന്നെ നാണക്കേട്. ആക്റ്റീവായത് നിങ്ങൾ വന്നേ പിന്നെ. അതെ അതെ, നല്ല ഉണ്ടായിട്ടുള്ളൂ നമ്മളൊക്കെ വന്നിട്ട് അല്ലേ? ഡാൻസ് ഒക്കെ കളിക്കണം, എന്തോരം പ്രോഗ്രാംസ്. അതെ, പ്രോഗ്രാം അല്ല, ഒരു പ്രോഗ്രാം പിടിച്ച എത്ര ഡാൻസ് കളിക്കുന്നത്? 7 ഡാൻസ് വരെ നമ്മൾ കളിച്ചിട്ടുണ്ട്. ഒരു പ്രോഗ്രാമിന് 7 ഡാൻസ് ഒക്കെ വീഡിയോ എടുക്കൽ ഫോണില്ലല്ലോ സമയത്ത് എന്തോരം ഡാൻസുകളാണ് കളിച്ചോണ്ടിരുന്നത്. പക്ഷെ ഇപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനേ, പക്ഷെ നമുക്ക് ആ ഒരുമിച്ചുള്ള സമയം ഇപ്പൊ വളരെ കുറവാണുള്ളത്. എടി നിങ്ങക്ക് ശരിക്കും സങ്കടമായി നമ്മള് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഡാൻസ് കളിച്ചതിനോട് ചോദിക്കണം എന്ന് ഞാൻ വിചാരിച്ചത്. ഞങ്ങൾക്കും ഒരു ഇതുണ്ടായിരുന്നു. കാരണം കറക്റ്റ് ശില്പയുടെ കല്യാണം അതിനാണ് നമ്മുടെ ഡാൻസ് എല്ലാരും കളിച്ചത് അല്ലെ? എൻഗേജ്മെന്റ് കളിച്ചത്. അപ്പൊ വർഷ കറക്റ്റ് ഡെലിവറി ആയിട്ടിരിക്കണായിരുന്നു. അപ്പൊ ആ സമയത്ത് പ്രാക്ടീസ് ചെയ്യും. ശരിക്കും ഞങ്ങൾ മിസ് ചെയ്തായിരുന്നു. നിന്നെ ശരിക്കും ഞങ്ങള് മാത്രല്ല മിസ് ചെയ്യണത്, എല്ലാവരും. കാരണം എന്ത് ഡാൻസ് വീഡിയോ ഇട്ടാലും മിസ്സിങ് വർഷ ചേച്ചി എന്നുള്ള ഒരു വീഡിയോ ഇല്ലാത്ത കമന്റ് ഇല്ലാത്ത വീഡിയോ ഉണ്ടാവാറില്ല. അപ്പൊ ഇനി ഫുൾ ഓൺ ആവാലോ അല്ലേ? പുതിയൊരു ഡാൻസ് ഇറങ്ങുന്നുണ്ട്. അയ്യോ, അതെങ്ങനെ ഇരിക്കും? അതെ, ഡെലിവറി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഇന്ന് ഡാൻസ് കളിച്ചിട്ടുള്ള. അപ്പൊ എന്താടി പറഞ്ഞോ?
ഇല്ല എങ്ങനെ ഇരിക്കും അറിയില്ലല്ലോ. നല്ല കഥച്ച് അതെ ഫസ്റ്റ് കളിച്ചു. എത്ര വർഷം, 1.5 വർഷം കഴിഞ്ഞ് ഞാൻ കളിച്ചിട്ട് സ്പോട്ടിലൊരു. അപ്പൊ എങ്ങനെ ഇരിക്കും അറിയാൻ പാടില്ല, പക്ഷെ ഭയങ്കര ആസ്വദിച്ച് കളിച്ചു. പക്ഷെ വൃത്തികേടാണ് എന്താന്ന് അറിയില്ല. വൃത്തികേട് കഥപ്പുണ്ട്. എടി നിന്റെ ബോഡി ഒരു ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയ ഒരു ബോഡി അല്ല, അതിന്റെ ചേഞ്ചസ് ഉണ്ടാവും. മറ്റേ കളഞ്ഞിട്ട് തെറ്റിട്ട് പ്രാക്ടീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഡാൻസ് ഇപ്പൊ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ഡാൻസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ അത്ര അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഡെലിവറി കഴിഞ്ഞ് അങ്ങനത്തെ ഒരു ചേഞ്ചസോ അങ്ങനെ ഒന്നും അവളുടെ ഡാൻസിൽ ഞങ്ങൾക്ക് കണ്ടിട്ടൊന്നും തോന്നണില്ല കേട്ടോ. അത്രയും സൂപ്പർ ആയിട്ട് നീ ചെയ്തിട്ടുണ്ട്. എന്തൊന്നും എന്താ പറയണത്? എന്നിപ്പോ കളിച്ചത് പോസ്റ്റ് ചെയ്താന്ന്. എടി എന്തായാലും ആ ഡാൻസിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഈ വീഡിയോ ഇറക്കുന്നുണ്ടാവാ നമ്മള്. ഓക്കെ, അപ്പോ ഇനിയും കൂടുതൽ കൂടുതൽ ഡാൻസ് വീഡിയോസ് ഇറങ്ങുന്നതായിരിക്കും നമ്മുടെ. അതെ, അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യാ, നമ്മളും വെയിറ്റ് ചെയ്യാണ്. അതിനുള്ള സന്ദർഭവും സാഹചര്യവും നമുക്ക് എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അല്ലേ? അപ്പോ എന്റെ ഫസ്റ്റ് എപ്പിസോഡ് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ബിഹൈൻഡ് സീന് ഉണ്ടോ? നിനക്ക് വേണ്ടി മാറ്റാം. എടി ഫീഡ്. അപ്പൊ ഞാൻ ഇത്രയും ആദ്യമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തില്ലേ ഞാൻ കുറെ കാര്യം. ബിഹൈൻഡ് ദ സീൻ എന്നാണ് ഇപ്പൊ BTS BTF എന്ന് പറഞ്ഞോളൂ. അപ്പൊ സംഭവം മനസ്സിൽ വന്നത് ഫീഡ് ഞാൻ ഇപ്പഴല്ലേ കേട്ടാ. അപ്പൊ എന്തായാലും ഇനി കൊറേ ആക്ടേഴ്സും ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ നിനക്ക് എന്ത് പറയട്ടെ. ഇതാണ് ഞാൻ ശരിക്കും കണ്ട അവള് മാറി. ഇതൊന്നുമല്ല പിന്നെ എടി ഇവിടെ 10ാം ക്ലാസ്സിൽ തന്നെ നിൽക്കുക. വർഷനെ കൊല്ലാനുള്ള എല്ലാ സാധനങ്ങളും ഒന്നുണ്ട്. ആ പറ, എന്താ പറഞ്ഞോണ്ട്. എടി അവള് പറഞ്ഞോണ്ടിരിക്കണായിരുന്നു. എന്താ നീ പറ എന്നാ. പറയാ തെറ്റിച്ചില്ലേ? പിന്നെ സീഡെന്നൊക്കെ പറഞ്ഞു. ഫീഡിന് എല്ലാവിധ ഇല്ല. അതാണ് ഞാൻ പറയുന്നത്. കൊറേ ആക്ടേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ വരട്ടെ. അതെ, നമുക്ക് എനിക്ക് മെയിൻ ആഗ്രഹം വെച്ചാൽ നമ്മുടെ ആൾക്കാർ, നമ്മുടെ ഓഡിയൻസിനെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടേതായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു എന്താ അത് പറയുന്നത്. ഇപ്പൊ എന്താ കൊടുക്കാൻ പറ്റുക? ഇതിനകത്തൊന്നുമില്ല കേട്ടാ. ഇതിനകത്തൊന്നും പ്രതീക്ഷിക്കണ്ട. കൊടുക്കാൻ കുറെ മെസ്സേജസ് ഇല്ലേ? ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ, ഒരു വർഷങ്ങളുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഹാപ്പി ലൈഫ് കിട്ടും എന്നുള്ളത് നമ്മൾ ഇതിലൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അത് നീ പറയണ്ട, കമന്റ് ചെയ്യട്ടെ. നമ്മള് ഹാപ്പി അല്ലേ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ ഹാപ്പി അല്ലേ? അപ്പൊ അതുകൊണ്ട് അത് പറഞ്ഞതേ ഉള്ളൂ. ചില്ലറക്കാരിയല്ല, പക്ഷെ ഇത്രയും വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയണത്. അപ്പൊ അതൊരു കാര്യല്ലേ? അല്ല, അപ്പൊ അത് അതിന്റെ ഒരു മെസ്സേജ് ആണെന്ന് പറഞ്ഞ ഒന്നും വെറുതെ അല്ല അല്ലേ? അത് പറഞ്ഞതാ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഫോർമലായിട്ട് അല്ല, എന്തായാലും ഇവള് എന്ത് പരിപാടി അവതരിപ്പിച്ചാലും പിന്നെ കണ്ട ഇത്രയും ഹൈപ്പ് വരുന്ന വേറെ ആരും എനിക്കില്ല. അതെ, അത് നമുക്ക് പറയണോ? നീ എന്നോട് ചോദിച്ചില്ലേ 1 million അടിച്ചപ്പോ? ഞാനപ്പോ അതാ പറഞ്ഞ, എനിക്കങ്ങനെ അറിയാൻ പാടില്ല. ഇവിടെ എന്ത് നടത്തിയാലും സക്സസ് അറിയാം. സക്സസ് അങ്ങനെ ചെയ്യുമ്പോ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് നന്നായി വരുന്നു. അതാണ്. അപ്പൊ എല്ലാ പോഡ്കാസ്റ്റിലും ഞങ്ങൾ എന്താണ് എല്ലാ പോഡ്കാസ്റ്റിനും? അത് വേണ്ട, എല്ലാ പോഡ്കാസ്റ്റിനും കൂടെ വന്നു. അത്രയ്ക്കും ഭാഗ്യം വേണ്ടെന്ന്. അപ്പൊ പറഞ്ഞ പോലെ ലാലേട്ടൻ വരുമ്പോ ലാലേട്ടൻ വരുമ്പോ ഈ ചെയറും അറിയിക്കുക. അപ്പൊ താങ്ക് യു ഡി. കാരണം നിങ്ങൾ രണ്ടാളും ഭയങ്കര തിരക്കായിട്ടുണ്ട് ഇപ്പൊ. എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കുള്ള ഈ ലൈഫിൽ നിന്ന് വന്നെന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷായി. വാവയൊക്കെ ആയിട്ട് വന്ന് അല്ലെ, വാവ കൂടെ ഉണ്ട്. എന്നിട്ടും കൊണ്ടുവന്ന എനിക്ക് വേണ്ടി ഇത്രയും സമയം കണ്ടെത്തി നമ്മുടെ ഇതിന് വന്നതിന് ഭയങ്കര സന്തോഷം, ഭയങ്കര ഹാപ്പിയാ. ഇത് ഫോർമൽ ആയിട്ട് എടുത്താലും കുഴപ്പമില്ല, ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് എടുത്താലും കുഴപ്പമില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാന്ന് പറയായിരുന്നു.
ഇവളും നമ്മള് കരഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ കെട്ടിപ്പിടിച്ച് ഇല്ല വർഷം അതൊക്കെ കൈമനസിന്റെ കാര്യം പറഞ്ഞിട്ടാണ് നീ കരുന്നത്. ഇവളുടെ കല്യാണത്തിന് കല്യാണത്തിന്റെ കാര്യം ആ യെസ് താലി കെട്ടിയപ്പോ താലി അതൊക്കെ ഒരു ഇമോഷണൽ ഇങ്ങനെ ഒരു സംഭവം. അല്ലാണ്ട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ അങ്ങനെ വഴക്ക് നമ്മളിങ്ങനെ വഴക്കിടാറൊന്നുമില്ലല്ലേ? നമ്മള് വഴക്കിടാറൊന്നുമില്ല. നമ്മൾ ഇതുവരെ വഴക്കിട്ടിട്ടില്ല. വഴക്കിട്ടില്ലടി. നമ്മൾ ഇതുവരെ വഴക്കിട്ടിട്ടില്ല. ഇല്ല അതാണ് അതൊരു വലിയ വഴക്കിടുന്ന വെച്ചാൽ ഇങ്ങനെ വഴക്കിടാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ വെറുതെ അങ്ങോട്ട് തല്ലി പിടിക്കും അടി പിടിക്കുമ്പോ ഭയങ്കര തന്നെ. അപ്പൊ അതിൽ കൂടുതൽ അതൊരു 2 ദിവസത്തെ വഴക്കോ 1 ദിവസത്തെ വഴക്കോ കുറച്ച് നേരത്തേക്ക് വഴക്കൊന്നും ശരിക്കും നമ്മൾ അങ്ങനെ സീരിയസ് ആയിട്ടൊന്നും സീരിയസ് ആയിട്ട് സംസാരിച്ചിട്ടില്ല. അതാണ് അതിനുള്ള അതല്ല ഞാൻ ഇവളന്മാരോടല്ല അങ്ങനെ സീരിയസ് ഒക്കെ അങ്ങനെ ആവാൻ ഞാൻ പുറത്തുള്ള ആൾക്കാരോട് വേണമെങ്കിൽ സീരിയസ് ആയിട്ട് സംസാരിക്കും. പക്ഷെ അതാണ് എനിക്ക് അതങ്ങനെ വരില്ല. ഒരു ഓൾ ദി ബെസ്റ്റ് കൊടുക്കാൻ പറഞ്ഞാലും വരില്ല. തെറ്റടി അത്രേ പറയാൻ അറിയുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ ഭയങ്കര വാക്കുകൾ എന്നാലും പിന്നെ സീരിയസ് ആയിട്ട് പറയണം. ഞാൻ എന്തെങ്കിലും ഒക്കെ പറയും നിങ്ങളുടെ അടുത്ത്. എന്നാലും നിങ്ങൾ രണ്ടുപേരും സീരിയസ് ആയിട്ട് ഒന്നും പറഞ്ഞില്ല. ഫുൾ സെറ്റ് ആക്കടി, ഓക്കെ അടി, ഹാപ്പി അടി, ഇത്രേ പറയത്തുള്ളൂ. അപ്പൊ ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യാനായിട്ട് വൈൻഡപ്പ് ചെയ്യാൻ പിന്നെ വേറെ കഥ തുടങ്ങും. അങ്ങനെ അങ്ങനെ കൊച്ചി നോക്കണം. അപ്പൊ എടി അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇനി ഇതിന്റെ ഒരു 50-ാമത്തെയോ 100-ാമത്തെ എപ്പിസോഡാണ് പിന്നെ വിളിക്കും. ഓക്കെ സെറ്റ് അടി വന്നം ഇതുപോലെ സീറ്റിലിരിക്കാൻ, ഇങ്ങനെ ഒരു ഗസ്റ്റ് സീറ്റിലിരിക്കാനായിട്ട് നിങ്ങൾ രണ്ടാളും ഇങ്ങോട്ട് നോക്കടി. കെട്ടിയം വന്നിട്ട് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഗസ്റ്റ് സീറ്റിലിരിക്കാനായിട്ട് നിങ്ങളെ ഇനി ഞാൻ വിളിക്കുന്നതാണ്. ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച്. ഒരു കൈ കേട്ടോ.